അപ്പൊ നമുക്ക് കാര്യം സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് 8 കോർ സ്റ്റെപ്സ് ആണ്, കാതലായ കാര്യങ്ങളാണ്. അപ്പോ എനിക്ക് ഒരു പ്രശ്നമുണ്ട്. ഞാൻ ഈ പോളിടെക്നിക്കിലൊന്നും പഠിക്കാത്തത് കൊണ്ട് എനിക്ക് ടെക്നോളജി അത്ര വശമില്ല. എന്താ ഞാൻ പറഞ്ഞത്? പോളിടെക്നിക്കിലൊന്നും പഠിക്കാത്തത് കൊണ്ട് എനിക്ക് ടെക്നോളജി വശമില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ PPT ഒന്നും തയ്യാറാക്കിയിട്ടില്ല. ഞാൻ പറയുക മാത്രമേ ചെയ്യുള്ളൂ. ഓക്കെ, അവിടെ നിങ്ങൾ എന്നോട് സഹകരിക്കണം. ഒരു പേനയും ബുക്കും എടുക്കണം. നിങ്ങൾ നിർബന്ധമായിട്ടും എടുക്കാൻ പറ്റുന്ന ആൾക്കാർ പേനയും ബുക്കും എടുക്കണം. എടുത്താൽ മാത്രം പോരാ, ഞാൻ പറയുന്ന പോയിന്റുകൾ നിങ്ങൾ ശരിക്കും എഴുതി വെക്കണം. ഇനി നമ്മൾ ഒരു മണിക്കൂർ നിങ്ങളിത് കഴിഞ്ഞിട്ടേ പോകാൻ പാടുള്ളൂ. ഒരു 10:30 മണി വരെ എനിക്ക് നിങ്ങൾ തരണം. ഒരു മണിക്കൂർ 10 മിനിറ്റ് സംസാരിക്കാനുണ്ട്. ഒരു 10:30 വരെ നിങ്ങൾ തരണം. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് പോവാം. ഓക്കെ, അപ്പൊ ഒരു 10:30 വരെ റെഡിയായി നിൽക്കണം. ഇടയ്ക്ക് വിശക്കുന്നെങ്കിൽ ഭക്ഷണമൊക്കെ ഒന്ന് വീഡിയോ ഓഫ് ചെയ്ത് കഴിച്ചോളൂ, കുഴപ്പമൊന്നുമില്ല. അപ്പം എല്ലാവരും എന്താ പറയുന്നത്, ഈ പറയുന്ന ബുക്കും പേനയും എടുത്ത് ഞാൻ വിശ്വസിക്കുന്നു. ആളുകൾ എഴുതാൻ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോ എൻ്റെ പേര് ഹേമന്ത് കുമാർ. ഞാൻ RCMൽ റൂബി എന്ന പൊസിഷനിലിരിക്കുന്നു. ഇപ്പോ റൈസിംഗ് കോർ എന്ന് പറയുന്ന ഒരു പദവിയും കൊണ്ട് എനിക്ക് കമ്പനി തന്നിട്ടുണ്ട്. അപ്പം ഒരു 18 വർഷമായി RCM ജീവിക്കുന്നു. RCM എന്ത് തരുമെന്ന് എന്നോട് ഒരു പുതിയ വ്യക്തി ചോദിക്കുകയാണ്, എന്നെ തടഞ്ഞു നിർത്തി ചോദിക്കുകയാണ്, നിങ്ങൾ RCM ചെയ്യുന്നുണ്ട്, എന്ത് തരുമെന്ന് ചോദിച്ചാൽ എനിക്ക് ഒറ്റ ഉത്തരമേ ഉണ്ടാവുള്ളൂ, RCM എല്ലാം തരുമെന്നുള്ള ഉത്തരം. അതെങ്ങനെ പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ സ്വന്തം അനുഭവത്തിൽ നേടിയ കാര്യങ്ങൾ വെച്ചിട്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് അതിലേക്ക് കിടക്കാം. നമുക്കറിയാം RCMല് 21 സ്റ്റെപ്പുകൾ 2 തരത്തിലുണ്ട്, അല്ലെ? 21 സ്റ്റെപ്പുകൾ 2 തരത്തിലുണ്ട്. നമ്മുടെ പിൻ ലെവലുകൾ അതൊരു 21 നമ്മൾ പാലിക്കേണ്ട, അതല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട 21 സ്റ്റെപ്പുകൾ, രണ്ടും 21. അപ്പൊ നമുക്കറിയാം, നമ്മളെല്ലാവരും, ഇപ്പം എന്നെ കേൾക്കുന്ന നിങ്ങളെല്ലാവരും, എനിക്ക് തോന്നുന്നതിൽ പുതിയ ആളുകൾ ഉണ്ടാകാൻ വളരെ കുറവായിരിക്കും. ധാരാളം ആളുകൾ പഴയ ആൾക്കാരായിരിക്കും. RCM എന്താണെന്നും RCMന്റെ സാധ്യത എന്താണെന്നും ഒക്കെ മനസ്സിലാക്കിയ വ്യക്തികൾ തന്നെയാണ് ഇതിലിരിക്കുന്നത് ബഹുഭൂരിപക്ഷവും, ഒരു സംശയവുമില്ല. പക്ഷേ നമുക്ക് ഒരു വലിയ തലത്തിലേക്ക് എത്തണം. അതിന് നമ്മൾ ചില കാര്യങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ടത് അത്യാവശ്യമുണ്ട്. ഇന്ന് ഈ പ്രോഗ്രാം ചെയ്യാൻ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് 2023 ഡിസംബർ മാസം 29-ാം തീയതിയാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. നാളെ 30 മറ്റന്നാൾ 31. അപ്പോ നമുക്ക് ഇന്നൊരു തീരുമാനം എടുക്കേണ്ടതായിട്ടുണ്ട്. ഇന്നൊരു തീരുമാനം എടുത്തുകൊണ്ട് നമുക്ക് 24-നെ വളരെ സന്തോഷത്തോടെ സ്വീകരിച്ചുകൊണ്ട് അടുത്ത ഡിസംബർ മാസം അവസാനിക്കുമ്പോൾ നമുക്ക് വലിയൊരു അച്ചീവറായിട്ട് മാറാൻ വേണ്ടി പറ്റണം. ഒരു അച്ചീവർ ആയിരിക്കണം. ഞാൻ ഒരു കാര്യം പറയുന്നത്, പല ആൾക്കാരും പറയാറുണ്ട്, ഞാൻ RCM വന്നിട്ട് 4 കൊല്ലമായി, 8 കൊല്ലമായി, 10 കൊല്ലമായി എന്നൊക്കെ പറയാറുണ്ട്. ഓക്കെ, ഗുഡ്, നല്ല കാര്യം തന്നെ. പക്ഷെ RCM എന്ന് പറയുന്ന ഈ അവസരത്തെ പ്രയോജനപ്പെടുത്തിയും കൊണ്ട് ലൈഫിൽ മാറ്റങ്ങൾ ഉണ്ടാക്കണം, ചേഞ്ചസ് കൊണ്ടുവരണം. അപ്പൊ ഞാൻ പറയുന്നത്, ഇപ്പൊ നമുക്കറിയാം, ഇവിടെ വൈറ്റൽ ലെവലില് നമുക്കറിയാം ബിഗിനർ, സ്റ്റാർട്ടർ, അങ്ങനെ തുടങ്ങി സ്റ്റാർ, ഡയമണ്ട് വരെ നമുക്ക് സ്റ്റെപ്പുകൾ ഉണ്ട്. ഓക്കെ, ഈ സ്റ്റെപ്പുകൾ ഒരുപക്ഷെ ഇന്ന് ബിഗിനർ ആയിരിക്കാം, ഓപ്പണർ ആയിരിക്കാം, സ്റ്റാർ ആയിരിക്കാം. പക്ഷെ അടുത്ത ഡിസംബർ മാസം അവസാനിക്കുമ്പോൾ ഇതിൽ നിൽക്കുന്ന ആൾ, ഇപ്പൊ ഇതിനകത്ത് ടെക്നിക്കൽ അച്ചീവേഴ്സ് ഉണ്ടാകാം, എമറാൾഡ് അച്ചീവേഴ്സ് ഉണ്ടാകാം, സ്റ്റാർ എമറാൾഡ് എല്ലാവരും ഉണ്ടായിരിക്കാം. പക്ഷെ നമ്മുടെ പിന്നുകൾ ചേഞ്ച് ചെയ്ത് അടുത്ത ഡിസംബർ 24, ഇതുപോലെ ഇന്ന് 2023 ഡിസംബർ മാസമാണെങ്കിൽ 2024 ഡിസംബർ മാസത്തെ പറഞ്ഞയച്ച് 2025 സ്വീകരിക്കുന്ന സമയത്ത് നമ്മൾ ഇത്ര വർഷം RCM ഉണ്ടായി എന്ന് പറയുന്നതല്ല അഭിമാനം. ഒരു വർഷം കൊണ്ട്, 6 മാസം കൊണ്ടൊക്കെ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കി, ഒരു 50,000 വരുമാനം കിട്ടി, ഒരു ടെക്നിക്കൽ അച്ചീവറായി, ഒരു എമറാൾഡ് ആയി എന്നൊക്കെ പറയുന്ന രീതിയിൽ നമുക്ക് പ്രവർത്തിക്കാനും അത് നേടിയെടുക്കാനും നമുക്ക് സാധിക്കണം. ഞാൻ പറയുന്നത് മനസ്സിലാവുണ്ടല്ലോ? 5 വർഷമായി RCM ഉണ്ട്. നോ, അതല്ല നമുക്ക് വേണ്ടത്. ഞാനൊരു 6 മാസം കൊണ്ട്, അല്ലെങ്കിൽ ഒരു വർഷം കൊണ്ട് ഒരു ടെക്നിക്കൽ അച്ചീവർ ആയിട്ടുണ്ട്, ഒരു 50,000 രൂപ വരുമാനം എനിക്ക് RCM നിന്ന് കിട്ടുന്നുണ്ട് എന്നുള്ളത് നമ്മൾ പറയുന്ന ആ അഭിമാനമാണ് നമുക്ക്, ആ മുഹൂർത്തമാണ് നമുക്ക് വേണ്ടത്. അപ്പൊ അതിനു വേണ്ടിയാണ് നമ്മൾ
കാര്യങ്ങൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ 2023 ഡിസംബർ മാസം തന്നെ ഈ 29-ാം തീയതി വരാനുള്ള കാരണം 2023 ഇനി എനിക്ക് സംസാരിക്കാൻ ഒരു പക്ഷെ സമയം കിട്ടത്തില്ല. അതൊന്ന് യൂട്ടിലൈസ് ചെയ്യാൻ ഞാൻ തീരുമാനിച്ചു. ഇനി 2024 നമ്മൾ സംസാരിക്കേണ്ട ഒരു സൂമിൽ ഒരു പക്ഷേ. അപ്പോൾ അതെന്തായാലും ഉപയോഗപ്പെടുത്താൻ ഞാൻ വിചാരിച്ചു. അങ്ങനെയാണ് ഞാൻ മൂർസാണ് പറഞ്ഞ ഒരു പ്രോഗ്രാം വെച്ചത്. ഓക്കെ, കഴിഞ്ഞ ദിവസം ഞാൻ അതേമാതിരി ഒരു പ്രോഗ്രാം വെച്ച സമയത്ത് ഒരു കുറച്ച് ആൾക്കാർ കേട്ടപ്പോൾ വലിയ അഭിപ്രായം പറഞ്ഞു, മൂർസാർ ഒന്ന് റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അതും കൂടെ ഒരു കാരണമാണ്. ഓക്കെ, ഈ 8 കോർ സ്റ്റെപ്സ്. അപ്പൊ 21 സ്റ്റെപ്പ് നമുക്കറിയാം. ഏതാ സ്റ്റാർട്ടിങ് സ്റ്റെപ്പ്? ഏതാ? ഒന്ന് എഴുതൂ. തുടക്കം ഏതാണ്? നമ്മൾ 21 സ്റ്റെപ്പില് നമ്മള് പിൻ ലെവലില് 21 സ്റ്റെപ്പ് ഏതാ? പിൻ ലെവലില് 21 സ്റ്റെപ്പ് ആരെങ്കിലും ഒന്ന് എഴുതി കാണിക്കും, അല്ലെങ്കിൽ എല്ലാവരും എഴുതിക്കോളൂ. ഏതാണ്? പറയൂ. ബിഗിനർ. യെസ്, ബിഗിനർ ആണ് അല്ലെ? യെസ്, ബിഗിനറിൽ തുടങ്ങി നമ്മൾ എവിടെ എത്തും? അങ്ങനെ പോയി നമ്മൾ സ്റ്റാർ ഡയമണ്ട് അല്ലെ? സ്റ്റാർ ഡയമണ്ട് വരെയുള്ള പൊസിഷൻ 21 സ്റ്റെപ്പ് ഉണ്ട് അല്ലെ? എണ്ണമെങ്കിൽ എണ്ണിക്കോളൂ. ബിഗിനറിൽ തുടങ്ങി സ്റ്റാർ ഡയമണ്ട് വരെയുള്ള പിന്നില് ആളുകൾ ഇന്നിപ്പോൾ RCMലുണ്ട്. ഓക്കെ, ഗുഡ്. ഇനി എഴുതണ്ട. ഓക്കെ, ആളുകളുണ്ട്. ഉണ്ടോ ഇല്ലേ? ഉണ്ട്. അപ്പം ബിഗിനറിന്റെ ഇൻകം നമുക്കറിയാം 1000 രൂപയാണ്. ബിഗിനറിന്റെ ഇൻകം 1000 രൂപയാണ്. സ്റ്റാർ ഡയമണ്ടിന്റെ ഇൻകം എത്രയാണ്? മിനിമം ഇൻകം എത്രയാണ്? 50 lakhs ആണ് മന്ത്ലി. അപ്പം നിങ്ങൾ ശരിക്കും ഞാൻ പറയുന്ന കാര്യം ശരിക്കും ഒന്ന് ശ്രദ്ധിക്കണം. ഞാൻ പറയുന്നത് 21 പിൻ ലെവലുകളിൽ ബിഗിനർ എന്ന് പറയുന്ന പിന്നിൽ വരുന്ന ഇൻകം 1000 രൂപയാണ്. ഇനി സ്റ്റാർ ഡയമണ്ട് ആണ് 21-ാം സ്റ്റെപ്പ്. അതിൽ നിൽക്കുന്ന ആളുടെ ഇൻകം മിനിമം ഇൻകം 50 lakhs rupees. 50 lakhs rupees മന്ത്ലി ആണ്. അതിന് PV ഒക്കെ വേണ്ട കാര്യം നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക. അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. അപ്പം സ്റ്റാർ ഡയമണ്ട് എന്ന പൊസിഷൻ ഉണ്ടോ ഇല്ലേ? ഉണ്ട്. ആ ലെവൽ ആളുണ്ടോ? ഉണ്ട്. അവർ ഇൻകം മേടിക്കുന്നുണ്ടോ? ഉണ്ട്. അപ്പം ഇതെല്ലാം ഉണ്ട്. അപ്പം ഏറ്റവും ടോപ്പ് പിന്നിലും ആളുണ്ട്, അവർ വരുമാനം മേടിക്കുന്നുണ്ട്. എങ്കിൽ ഞാൻ ചോദിക്കുന്ന ചോദ്യം, നിങ്ങളുടെ യാത്ര എങ്ങോട്ടേക്കാണ്? എങ്ങോട്ടാണ് നിങ്ങളുടെ യാത്ര? ഡിസൈഡ് ചെയ്യണം. യാത്ര എങ്ങോട്ടാണ്? അങ്ങോട്ടാണോ? സ്റ്റാർ ഡയമണ്ടിലേക്കാണോ? യെസ്, എന്റെ ലക്ഷ്യം സ്റ്റാർ ഡയമണ്ട് ആകുക എന്ന് തന്നെയാണ്. യാതൊരു സംശയമില്ല. എനിക്ക് അവിടെ എത്തിയാലേ ഞാൻ സാറ്റിസ്ഫൈഡ് ആകത്തുള്ളൂ, എനിക്ക് സംതൃപ്തി വരത്തുള്ളൂ. അപ്പം നമ്മുടെ ലക്ഷ്യം, അപ്പൊ നമ്മൾ വരുന്നത് ഈ ലക്ഷ്യത്തിലേക്കാണ്. ലക്ഷ്യം വെച്ചുള്ള പ്രവർത്തനമാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, ലക്ഷ്യമില്ലാതെ എവിടെയും എത്തത്തില്ല. ഇനി ആരും ചാറ്റ് ചെയ്യണ്ട, എന്റെ അറ്റൻഷൻ ഡൈവേർട്ട് ആയിപ്പോ. ആരും ചാറ്റ് ചെയ്യണ്ട പ്ലീസ്. അപ്പോ ഇനി സ്റ്റാർ ഡയമണ്ടിലേക്ക് നമ്മൾ എത്തണം. ഒരാളവിടെ ഉണ്ട്, നമുക്ക് അവിടെ എത്താൻ വേണ്ടി പറ്റുമോ? എത്താൻ വേണ്ടി പറ്റും. ഒരു സംശയം എത്താൻ വേണ്ടി. കാരണം അദ്ദേഹത്തിന് കിട്ടുന്ന പർച്ചേസ് വോളിയം നമുക്ക് കിട്ടുന്ന പർച്ചേസ് വോളിയം സെയിം ആണ്. സെയിം പ്രൊഡക്ട്സ് ആണ്, സെയിം കമ്പനിയാണ്. ഒന്നിലും മാറ്റമില്ല. ചില മാറ്റങ്ങൾ നമ്മൾ വരുത്തിയാൽ നമുക്ക് അവിടെ എത്താൻ വേണ്ടി പറ്റും. ആ മാറ്റത്തിലേക്ക് ഞാൻ പറയുന്നത്, ഇപ്പൊ നമുക്ക് അവിടെ എത്തണമെങ്കിൽ ലക്ഷ്യം വെക്കണം. ഒന്നാമത്തെ കാര്യം ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് 8 കോർ സ്റ്റെപ്സ് ആണ്. എന്താണ്? 8 കോർ സ്റ്റെപ്സ്. 8 കോർ സ്റ്റെപ്സ്. 8 കോർ സ്റ്റെപ്സ്. ഈ 8 കോർ സ്റ്റെപ്സ് ഞാൻ ഉണ്ടാക്കി പറയുന്ന കോർ സ്റ്റെപ്സ് ആണോ? അല്ല. കമ്പനിയുടെ തലമുതിർന്ന ലീഡേഴ്സ്, RCMനെ വളർത്തി വലുതാക്കിയ ലീഡേഴ്സും RCMന്റെ മഹാനായ TC ചാബ്രാജി ഉൾപ്പെടുന്ന ആ ഒരു ഗ്രൂപ്പ്, അവര് പറയുന്നതാണ് ഇങ്ങനെയാണ് RCM ചെയ്യേണ്ടത്. അതുപോലെ നമ്മൾ ചെയ്താൽ നമുക്ക് വിജയം ഉണ്ടാക്കാം, വിജയിക്കാൻ വേണ്ടി പറ്റും. പക്ഷെ നമ്മൾ ചെയ്യുന്നതൊന്നും ശരിയായ രീതി ആയിരിക്കില്ല. അപ്പൊ നമ്മൾ കറക്റ്റ് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ചെയ്യണം. അപ്പൊ ഞാൻ പറയാൻ പോകുന്ന വിഷയം, നമുക്കറിയാം 6 ബേസിക്സ് ഉണ്ട്, 7 കർദിനാൾ റൂൾസ് ഉണ്ട്, 8 കോർ സ്റ്റെപ്സ് ഉണ്ട്. 6 ബേസിക്സ് ഞാനിപ്പോ പറയുന്നില്ല, 7 കർദിനാളും പറയുന്നില്ല, ചെയ്യാൻ പാടില്ലാത്ത കാര്യം അതും പറയുന്നില്ല. എന്റെ ഇന്നത്തെ വിഷയം 8 കോർ സ്റ്റെപ്സ് ആണ്. കാതലായ സ്റ്റെപ്പുകൾ. കാതൽ ഒരു മരത്തിന്റെ കാതൽ കണ്ടില്ലേ? ഭയങ്കര സ്ട്രോങ് ആയിട്ട്. അപ്പം നമ്മുടെ ബിസിനസ്സിൽ നമുക്ക് സക്സസ് വേണമെങ്കിൽ, നമ്മൾ സ്റ്റാർ ഡയമണ്ട് ആകാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ, നമ്മൾ 8 കോർ സ്റ്റെപ്സ് പറഞ്ഞാ പോരാ, എഴുതി വെച്ചാ പോരാ, ലൈഫിൽ പ്രാവർത്തികമാക്കേണ്ടതാണ്. എന്നെ കേൾക്കുന്ന ഞാൻ ഉൾപ്പെടെയുള്ള ഓരോ വ്യക്തികളും, RCMൽ സക്സസ് ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തികളും പാലിക്കേണ്ട, ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്തമാണ്, കടമയാണ് എന്ത്?
8 കോർ സ്റ്റെപ്സ് എന്നുള്ളത്. ഓക്കെ, അതിൽ ഫസ്റ്റ് പോയിന്റ് എഴുതി വെച്ചോളൂ. ഫസ്റ്റ് പോയിന്റ് എന്താന്ന് പറഞ്ഞാൽ, അതിൽ പറയുന്ന ഫസ്റ്റ് പോയിന്റ് നമ്പർ 1 പോയിന്റ് ആണ് സെറ്റ് യുവർ ഗോൾസ് എന്നാ പറയുന്നത്. SET, സെറ്റ് യുവർ ഗോൾസ് എഴുതി വെച്ചോളൂ. SET, സെറ്റ് യുവർ ഗോൾസ്. നിങ്ങളുടെ ലക്ഷ്യം നിർണയിക്കാനാ പറയുന്നത്. ഞാൻ നേരത്തെ ചോദിച്ചില്ലേ, യാത്ര എങ്ങോട്ടാണ്? ലക്ഷ്യം നിർണയിക്കണം. ആദ്യം ലക്ഷ്യം നിർണയിക്കണമെങ്കിൽ ഇനി സ്റ്റാർ ഡയമണ്ട് ആകുമോ ഇല്ലേ, അതിന് നമുക്കിവിടെ വേണ്ടത് ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മളെല്ലാവരും RCMലുണ്ട്. RCMലുള്ള എല്ലാവർക്കും അറിയാം RCMന്റെ എന്താണ് അതിന്റെ ബാക്കപ്പ് അല്ലെ? നമുക്കറിയാം 3 P's പറയും നമ്മൾ. കമ്പനി പ്രൊഫൈൽ പറയാറുണ്ട് അല്ലെ? കമ്പനി പ്രൊഫൈൽ അല്ലെ? 47 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള മദർ കമ്പനി, 23 വർഷമായിട്ട് അവർ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിലേക്ക് വന്നു. ഇന്ന് 100-ലധികം ഓൺ ഫാക്ടറി ഉണ്ട് അല്ലെ? ഒരു ഷോപ്പിൽ തുടങ്ങിയിട്ട് മോർ ദാൻ 15,000 ഔട്ട്ലെറ്റുകൾ, ഒരു ഡിപ്പോയിൽ തുടങ്ങിയിട്ട് മോർ ദാൻ 200 ഡിപ്പോസ്, ഒരു പ്രൊഡക്റ്റ് തുടങ്ങിയിട്ട് മോർ ദാൻ 3,500 പ്രൊഡക്ട്സ്. അങ്ങനെ ധാരാളം ഉൽപ്പന്നങ്ങൾ, കമ്പനി ക്രെഡിബിലിറ്റി, വരുമാനം മേടിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകള്, ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചിട്ട് ധാരാളം അനുഭവങ്ങൾ ഉണ്ടായ ലക്ഷക്കണക്കിന് ആളുകള്. ഇതെല്ലാം നമുക്ക് തീരുമാനമെടുക്കാൻ ഒരു കാരണമാണ്. ഇതെല്ലാം ഒരു തീരുമാനമെടുക്കാനുള്ള ഒരു വിശ്വാസത്തിന്റെ കാരണമാണ് അല്ലെ? വിശ്വസിക്കാനുള്ള കാരണങ്ങളാണ്. അപ്പം അവിശ്വസിക്കേണ്ട കാര്യമില്ല, നമുക്കൊരു തീരുമാനമെടുക്കാൻ അവിശ്വസിക്കേണ്ട കാര്യമില്ല. അപ്പൊ നമ്പർ 1 പോയിന്റ് എന്താണ്? സെറ്റ് യുവർ ഗോൾസ്. ലക്ഷ്യം. നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താക്കാം, ഒരു ലോങ് ടൈം ഗോൾ സെറ്റ് ചെയ്യാം. എങ്ങോട്ടാ? സ്റ്റാർ ഡയമണ്ട്. നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ചങ്കൂറ്റമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വിൽ പവർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. നിങ്ങളുടെ യാത്ര എങ്ങോട്ടാണ്? സ്റ്റാർ ഡയമണ്ടിലേക്കാണ്, സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്കാണ്. ആണോ അല്ലേ? യെസ്, എഴുതി വെക്കാം. അത് നമ്മുടെ ലോങ് ടൈം ഗോളാണ്. കുറെ വർഷങ്ങൾ കൊണ്ട് നേടിയെടുക്കേണ്ട ഒരു ഗോളാണത്. അതവിടെ ഇരിക്കട്ടെ, അതവിടെ സെറ്റ് ചെയ്ത് വെക്കൂ. പക്ഷേ നമുക്ക് ആ ഗോളിലേക്ക് എത്തണമെങ്കിൽ ഒരു ഷോർട്ട് ടൈം ഗോൾ സെറ്റ് ചെയ്യണം. പടിപടിയായിട്ടല്ലേ കയറാൻ പറ്റത്തുള്ളൂ. ഒറ്റയടിക്ക് നമുക്ക് കയറിപ്പോകാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ പടിപടിയായിട്ട് നമുക്ക് കയറണമെങ്കിൽ നമുക്കൊരു ഗോൾ സെറ്റ് ചെയ്യാം. ഈ 2023 ഡിസംബർ മാസം 29-ാം തീയതി രാത്രി 9:30 മണിക്ക് അല്ലെങ്കിൽ 10 മണിക്ക് നമുക്ക് നമ്മുടേതായ ഒരു സ്വന്തം ഗോൾ സെറ്റ് ചെയ്യാം. നെക്സ്റ്റ് ഇയർ, അടുത്ത വർഷം 2024 ഡിസംബർ മാസം ഞാൻ ആയിരിക്കും ആരായിരിക്കും. ഇതിൽ ഞാൻ ഓൾറെഡി വലിയ ലെവലിരിക്കുന്ന ലീഡേഴ്സിനെ പറ്റി അല്ല പറയുന്നത്. അവർക്കും അതിന്റെ മേലെ ചിന്തിക്കാം. ഇവിടെ ഒരു എന്താ പറയാ, റോയൽറ്റി ലെവലിലേക്ക് ഇരിക്കുന്ന ആളുകൾ അതിന്റെ മേലെ കണ്ട നമുക്ക് പറയാം, നമുക്ക് തീരുമാനിക്കാം, അങ്ങനെയുള്ള ആളുകൾ തീരുമാനിക്കാം. മിനിമം ഒരു പേൾ അച്ചീവർ എങ്കിലും 2024 ഡിസംബർ മാസം അവസാനിക്കുമ്പോൾ ഞാൻ ആയിരിക്കും എന്നുള്ളൊരു സെറ്റ് എടുക്കാം. ഒരു ഗോൾ സെറ്റ് ചെയ്യാം. എന്തിനു വേണ്ടിയിട്ടാണ്? സ്റ്റാർ ഡയമണ്ടിലേക്ക് വരാനുള്ള ഒരു 12 മാസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യേണ്ട ഒരു ഷോർട്ട് ടൈം ഗോൾ. 12 മാസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യേണ്ട ഒരു ഷോർട്ട് ടൈം ഗോൾ ആണ്. എന്താണ്? മിനിമം ഇന്നൊന്നുമല്ലാത്ത ആളുകളായിക്കോട്ടെ, പുതിയ ആൾക്കാരായിക്കോട്ടെ, അല്ലെങ്കിൽ വൈറ്റ് ലെവൽ ആയിക്കോട്ടെ, റോയൽറ്റിക്കാരായിക്കോട്ടെ, അതിന് മുന്നേ എത്താം, നോ പ്രോബ്ലം. പക്ഷെ നമുക്ക് ഒരു ലക്ഷ്യം വെക്കാം, അതിന്റെ മുന്നേ എത്തിക്കോട്ടെ. ചില സമയത്ത് ബസ്സൊക്കെ നേരത്തെ ഓടി എത്തുമ്പോൾ, ട്രെയിൻ നേരത്തെ ഓടി എത്തുമ്പോൾ, ഫ്ലൈറ്റ് നേരത്തെ എത്തിക്കോട്ടെ. പക്ഷെ നമുക്ക് സെറ്റ് ചെയ്ത സമയം 2024 ഡിസംബർ മാസം അവസാനിക്കുമ്പോൾ മിനിമം ഒരു പേൾ അച്ചീവർ എങ്കിലും ആയിരിക്കും. എന്റെ ആഗ്രഹം, എന്നെ കേൾക്കുന്ന 400 ആളുകളുണ്ട്. ഈ 400 ആളുകളിൽ ടെക്നിക്കൽ ആകാത്ത ആളുകൾ 400 പേരും 2024 ഡിസംബർ മാസം അവസാനിക്കുമ്പോൾ ഒരു 500,000 രൂപ വരുമാനം വാങ്ങുന്ന ടെക്നിക്കൽ അച്ചീവർ ആയിട്ട് മാറണം. അങ്ങനെ നമുക്ക് പടിയായിട്ട് ഓരോ വർഷം നമുക്ക് ആ ഗോൾ സെറ്റ് ചെയ്ത് ഒരു 5-6 വർഷം കൊണ്ട് നമുക്ക് എവിടെ എത്താം? സ്റ്റാർ ഡയമണ്ടിലേക്ക് എത്താം. ക്ലിയർ? അപ്പം നമ്മൾ ലോങ് ടൈം ഗോൾ സെറ്റ് ചെയ്തു. എന്ത് ചെയ്തു? സ്റ്റാർ ഡയമണ്ട് ആകണം. അതിലേക്കുള്ള ഷോർട്ട് ടൈം ഗോൾ എന്താണ്? 2024 ഡിസംബർ മാസം അവസാനിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? മിനിമം ഒരു ടെക്നിക്കൽ അച്ചീവർ ആയിരിക്കണം. ഇതൊരു തീരുമാനമാണ്, ഇതൊരു ഡിസിഷനാണ്, ഇതൊരു ലക്ഷ്യം വെക്കലാണ്. കാരണം ലക്ഷ്യമില്ലാതെ നമുക്ക് എവിടെ എത്താൻ വേണ്ടി പറ്റത്തില്ല. ലക്ഷ്യം, എല്ലാ കാര്യത്തിനും ലക്ഷ്യം വേണം. ലക്ഷ്യമില്ലെങ്കിൽ ശരിയാവത്തില്ല.
ഇപ്പോ ഞാനൊരു ഒരു 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 എന്റെ മനസ്സിൽ അല്ല ഞാൻ പറയുന്ന ഒരു കാര്യം അത് ശരിയാണോ തെറ്റാണെന്ന് എനിക്കറിയാം. പക്ഷെ ഞാനത് ശരിയാണെന്ന് വിശ്വസിക്കുന്നു. എന്നെ കേൾക്കുന്ന നിങ്ങൾ ഒരു പക്ഷേ കേട്ടിട്ടുണ്ടാവും. ഞാൻ പല ആളുകളും പറയുന്നത് കേട്ടിട്ടുണ്ട്. ചില അമ്മമാരും അച്ഛന്മാരും പറയുന്നത് കേട്ടിട്ടുണ്ട്. എന്റെ മകളുടെ കല്യാണം നിശ്ചയിച്ചു, പക്ഷെ മകളുടെ കല്യാണം നിശ്ചയിക്കുന്ന സമയത്ത് എന്റെ കയ്യിൽ 10 കാശുണ്ടായിരുന്നില്ല. പക്ഷെ വിചാരിച്ചതിലും ഭംഗിയായിട്ട് മകളുടെ കല്യാണം കഴിഞ്ഞു എന്ന് പറയുന്നത് ഒത്തിരി പേര് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ശരിയാണോ? ഒന്ന് തലകുലിക്കാൻ മതി. കേട്ടിട്ടുണ്ടോ അങ്ങനെ? കേട്ടിട്ടുണ്ട് അല്ലെ? എന്താ അതിന്റെ കാരണം? ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം, എന്നാണോ മകളുടെ കല്യാണത്തിന്റെ മുഹൂർത്തം കുറിച്ചത്, ആ നിമിഷം മുതൽ ആ അച്ഛന്റെയും അമ്മയുടെയും മനസ്സിൽ, അതല്ലെങ്കിൽ ഊണിലും ഉറക്കത്തിലും ഒക്കെ എന്റെ മകളുടെ കല്യാണം ഭംഗിയാക്കി നടത്തി തരണേ ഈശ്വര എന്നുള്ളൊരു പ്രാർത്ഥനയാണ്. ശരിയല്ലേ? എന്താണ്? ആ കല്യാണത്തിന്റെ ഡേറ്റും സമയവും ഒക്കെ കുറിച്ച ആ നിമിഷം, ആ സെക്കൻഡിൽ, ഓൺ ദ സ്പോട്ടില്, പിന്നെ ആ അച്ഛന്റെയും അമ്മയുടെയും മനസ്സിൽ എന്താണ്? ഊണിലും ഉറക്കത്തിൽ എന്താണ്? ദൈവമേ, എന്റെ മകളുടെ കല്യാണം ഭംഗിയായി നടത്തി തരണേ എന്നുള്ള പ്രാർത്ഥനയാണ് അവരുടെ. അങ്ങനെ പ്രാർത്ഥന, കഠിനമായ പ്രാർത്ഥനയാണ്. അവർ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഭംഗിയായി നടന്നു അല്ലെ? അതെ, ഭംഗിയായി നടന്നു. എന്റെ കയ്യിൽ കാശില്ല, പക്ഷെ കല്യാണം വിചാരിച്ചിട്ട് ഭംഗിയായി നടന്നു. എന്താ അതിന്റെ കാരണം? ആ ഒരു തീരുമാനം, ആ ഒരു ലക്ഷ്യം വെച്ചു, മകളുടെ കല്യാണം ഭംഗിയായി നടത്തണം. അപ്പൊ മനസ്സിങ്ങനെ ശരിക്കിങ്ങനെ മനസ്സിലിങ്ങനെ കിടന്നിങ്ങനെ ചിന്തിക്കുകയാണ്. ഓരോ ചിന്തകൾ ഇങ്ങനെ വരികയാണ്. മനസ്സ് അവരെ ഡൈവേർട്ട് വിടുകയാണ്. അങ്ങനെയാണ് സത്യത്തില് ഈ കല്യാണം ഭംഗിയായി നടന്നത്. അതുപോലെ നിങ്ങളോട് ഞാൻ പറയുന്നത്, ഒരു ഗോൾ സെറ്റ് ചെയ്ത് വെക്കണം. എന്നിട്ട് നമ്മളെ ആ ശരിക്കും തീവ്രമായ ആഗ്രഹം, എനിക്കും നേടണം, എനിക്കും എന്തെങ്കിലുമൊക്കെ ആകണം എന്നുള്ള തീരുമാനം, ഒരു ഡിസിഷൻ എടുത്തുകൊണ്ട്, ഒരു ഗോൾ സെറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ പോകുമ്പോൾ ഉറപ്പായിട്ടും പ്രകൃതി പോലും നമുക്ക് അനുകൂലമാകും. 100%. നിങ്ങൾ ശ്രദ്ധിച്ചോളേണ്ടി. പക്ഷെ തീരുമാനമെടുക്കണം. തീരുമാനമെടുത്താൽ മാത്രം പോരാ, ആക്ഷൻ ഉണ്ടാകണം. ആക്ഷൻ. തീരുമാനമെടുത്തിട്ട് ആക്ഷനിലേക്ക് പോകുമ്പോഴേ ആ തീരുമാനത്തിന് ജീവൻ വെക്കുള്ളൂ എന്നാ പറയുന്നത്. എന്താണ്? തീരുമാനമെടുക്കുന്നു, ആ തീരുമാനം നടപ്പിലാക്കാൻ വേണ്ടിയുള്ള ആക്ഷൻ ഉണ്ടാകുമ്പോൾ മാത്രമേ അതിന് ജീവൻ വെക്കുന്നുള്ളൂ. ഇല്ലെങ്കിൽ ജീവൻ വെക്കുന്നില്ല അതിന്. ഞാൻ പറഞ്ഞ മനസ്സിലാണ്ടോ? നമ്മൾ ഡിസിഷൻ എടുക്കുന്നു, ഗോൾ സെറ്റ് ചെയ്യുന്നു, ഗോൾ സെറ്റ് ചെയ്ത് കാര്യമില്ല, ആക്ഷൻ വരണം. ആ ആക്ഷൻ വരുമ്പോഴാണ് ആ തീരുമാനത്തിന് ജീവൻ വെക്കുന്നത്. ജീവൻ കൊടുക്കണ്ടേ? ജീവൻ കൊടുത്താലേ മുന്നോട്ട് പോകത്തുള്ളൂ. അപ്പം ഗോൾ സെറ്റിംഗ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇനി ഗോൾ സെറ്റ് ചെയ്ത് വെക്കിയ വ്യക്തികളോട് എനിക്ക് പറയാനുള്ളത്, നമ്മളൊരു വലിയ തീരുമാനം എടുത്തിരിക്കുകയാണ്, ഒരു ഡിസിഷൻ എടുത്തിരിക്കുകയാണ്. ഈ ഗോൾ ഒരിക്കലും നിങ്ങളെ തലയിൽ കൊണ്ട് നടക്കരുത്. പ്ലീസ്, തലയിൽ ചുമക്കരുത്. വേണം, പക്ഷെ തലയിൽ ഭയങ്കര ഭാരമായിട്ട് കൊണ്ട് നടക്കരുത്. കാരണം നമ്മൾ വലിയൊരു തീരുമാനം എടുത്തിരിക്കുകയാണ്. ഈ തീരുമാനമെടുത്ത് ഒരു പക്ഷേ നാളെ രാവിലെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഇഷ്യൂ വരുമ്പോൾ, വേറെ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ, ഈ ഒരു തീരുമാനത്തെ ഓവർകം ചെയ്യുന്ന എന്തെങ്കിലും ഇഷ്യൂ മനുഷ്യന് വരുമ്പോൾ, നമ്മൾ പറയാറില്ലേ ചില സമയത്ത് ഇടിത്തി പോലൊരു പ്രശ്നം എന്ന് പറയാറില്ലേ? അങ്ങനെ കുറെ പ്രശ്നങ്ങൾക്ക് വരാറുണ്ട്. അങ്ങനെ വരുമ്പോൾ ഒരു പക്ഷേ നമ്മൾ എന്ത് ചെയ്യും? ഈ തീരുമാനത്തിന്റെ മുകളിൽ പോവും ആ പ്രശ്നം. നമ്മൾ ഈ തീരുമാനം മറന്നുപോകും. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഇന്നെടുക്കുന്ന തീരുമാനം എന്തായാലും ശരി, നിങ്ങളത് ഭംഗിയായിട്ട് നല്ല രീതിയിൽ വരച്ച് എഴുതി വെക്കണം. നിങ്ങൾ എന്നും കാണുന്ന ഏതെങ്കിലും ഒരു പ്രതലത്തിൽ, വീട്ടിൽ, അത് നിങ്ങളുടെ ടോയ്ലറ്റിലാകാം, നിങ്ങളുടെ ബെഡ്റൂമിലാകാം, നിങ്ങളുടെ ലിവിംഗ് റൂമിലാകാം, സിറ്റ് ഔട്ടിലാകാം, എന്നും നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ നിങ്ങൾ വീട്ടിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരിടത്ത് നിങ്ങളുടെ തീരുമാനത്തെ ഭയങ്കര ബോൾഡായിട്ട് എഴുതി വെക്കണം. ബോൾഡായിട്ട് എഴുതി വെക്കണം. ഒരു പക്ഷേ വീട്ടുകാർ നിങ്ങളെ ഭ്രാന്തൻ എന്ന് വിളിക്കും, ഭ്രാന്തി എന്ന് വിളിക്കും. എന്ത് ഭ്രാന്താണ് കാണിക്കാൻ ചോദിക്കും. ഞാനിത് എഴുതി വെക്കാനുള്ള പറയാനുള്ള കാരണം, എഴുതി വെക്കണം. അപ്പൊ എന്താണ്? എഴുതി വെക്കണം. എന്താണ്? ഞാൻ 2024 ഡിസംബർ മാസം RCM ഒരു ടെക്നിക്കൽ അച്ചീവർ ആയിരിക്കും. വളരെ കളർഫുൾ ആയിട്ട് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു കളറിൽ അത് എഴുതി ബോൾഡായിട്ട് എഴുതി വെക്കണം. എഴുതിയതിന്റെ കൂടെ നിങ്ങളൊരു കാര്യം കൂടെ ചെയ്യണം. നിങ്ങൾ അതിന് താഴെ ഒരു പേപ്പറിൽ എഴുതുന്നതായാലും അതിന്റെ കൂടെ നിങ്ങൾ സ്വപ്നം കാണുന്ന വാഹനത്തിന്റെ ഫോട്ടോ, ഏത് കളറാണ്, ഏത് വാഹനമാണോ നിങ്ങൾക്ക് സ്വപ്നമുള്ളത്, ആ വാഹനത്തിന്റെ ഒരു നല്ല കളർഫുൾ ഫോട്ടോ. നിങ്ങൾക്ക് ഒരു പക്ഷെ വീടില്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയുള്ള വീടാണ് താല്പര്യം, അതിന്റെ ഒരു ഫ്രണ്ട് എലവേഷൻ അതും ഭംഗിയായിട്ട് വെക്കണം.
അതുകൂടാതെ നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്ന രാജ്യങ്ങൾ, സ്ഥലങ്ങൾ, ഇങ്ങനെ കുറച്ച് കാര്യം പിക്ചറൈസ് ചെയ്തിട്ട് വളരെ ഭംഗിയായിട്ട് ഒരു വർഷത്തേക്ക് ഇളകി പോകാത്ത രീതിയിൽ എന്നും കാണുന്ന പ്രതലത്തിൽ നിങ്ങൾ ഒട്ടിച്ചു വെക്കണം, ചെയ്യണം. എന്തിനത് പറയുന്നത്? ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ തീരുമാനമെടുത്ത് മനുഷ്യന്മാരാണ്, പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ എന്താ RCM മറക്കും, QCM മറക്കും, എല്ലാം മറന്നുപോകും. അങ്ങനെ മറക്കാൻ പാടില്ല. അപ്പൊ ഇത് കാണുമ്പോൾ, രാവിലെ രാത്രി ഉച്ചയ്ക്ക് ഇത് കാണുമ്പോൾ നിങ്ങളെ മൈൻഡിനെ ഈ എഴുത്തുകൾ, എന്റെ സ്വപ്നം, ഈ സ്വപ്നത്തെ എനിക്ക് യാഥാർത്ഥ്യമാക്കാനുണ്ട്, അപ്പൊ എനിക്കത് വേണ്ടി പ്രവർത്തിക്കാനുണ്ട്. അപ്പൊ നിങ്ങളുടെ സ്വപ്നങ്ങളെ ഈ എഴുത്ത് ഇങ്ങനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. അത് നിങ്ങൾക്കൊരു ഫ്യൂവലാക്കി മാറ്റാം. ക്ലിയർ? എഴുതി വെക്കോ. ഡൺ. ചെയ്യണം. എന്തിനു വേണ്ടിയിട്ടാ? സക്സസിന് വേണ്ടിയിട്ടാണ്. ഇതെന്താ പറയാനുള്ള കാരണം? ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞു, ഞാൻ 10 കൊല്ലം RCM, അതല്ല 10 കൊല്ലമായിട്ട് RCM ചെയ്യുന്നല്ല, ഞാൻ ഒരു വർഷം കൊണ്ട് RCMല് ടെക്നിക്കൽ അച്ചീവറായി. പക്ഷെ ഇനി നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നിങ്ങൾ ഗോൾ സെറ്റ് ചെയ്തു, നിങ്ങൾ ടെക്നിക്കൽ അച്ചീവർ ആവാൻ വേണ്ടി തീരുമാനമെടുത്താൽ എന്താ സംഭവിക്കുക? നിങ്ങൾക്ക് മാത്രമേ പണം കിട്ടത്തുള്ളൂ? അല്ല. നിങ്ങൾ തീരുമാനമെടുത്തത് കൊണ്ട് നിങ്ങളുടെ A സൈഡിലും B സൈഡിലും ആരൊക്കെ വരും? സ്റ്റാർ പ്ലാറ്റിനം വരും, പ്ലാറ്റിനം വരും, അല്ലെ, റോയൽറ്റി വരും, വൈറ്റല് വരും, സ്റ്റാർ, അങ്ങനെ ഒത്തിരി 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 ആളുകളുടെ കുടുംബത്തിലേക്ക് വരുമാനം എത്താൻ ഒരു കാരണമാകും നിങ്ങൾ ഇന്ന് എടുക്കുന്ന ഡിസിഷൻ, അല്ലെങ്കിൽ നിങ്ങൾ എടുക്കുന്ന ഗോൾ സെറ്റിംഗ്. സുഹൃത്തുക്കളെ, നിങ്ങൾ 50,000 രൂപയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ നിങ്ങളുടെ തീരുമാനം കൊണ്ട് കുറെ കുടുംബത്തിലേക്ക് 20,000, 30,000, 10,000, 5,000, 1000, 500 വരുമാനം വരാനുള്ള കാരണം ആവും നിങ്ങളുടെ ഒരു തീരുമാനം. അങ്ങനൊരു കാര്യം ഇവിടെ ഉണ്ട്. വേറെ ഏതൊരു കാര്യത്തിനും തീരുമാനമെടുക്കുമ്പോൾ അവിടെ സക്സസ് നമുക്ക് സ്വന്തമാണ് എങ്കിൽ പുറത്ത്, RCM പുറത്ത്. പക്ഷെ ഇവിടെ നമ്മളൊരു തീരുമാനമെടുത്ത് നമ്മൾ സക്സസ്സിൽ പോകുമ്പോൾ കുറെ ആളുകളെയും കൂടെ നമ്മൾ ലിഫ്റ്റ് ചെയ്തിട്ട് കൊണ്ടുപോകത്തുള്ളൂ, നമ്മൾ ചേർത്തിട്ട് കൊണ്ടുപോകത്തുള്ളൂ. അവർ രക്ഷപ്പെട്ടാൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ. ആ തീരുമാനം കൊണ്ട് ഒത്തിരി ഒത്തിരി നേട്ടങ്ങളുണ്ട്. ശ്രദ്ധിക്കണം നിങ്ങൾ. ഇന്ന് അപ്പൊ 2024 ഡിസംബർ മാസം നിങ്ങൾ എത്തുമ്പോൾ നിങ്ങളുടെ കൂടെ വലിയൊരു ഗ്രൂപ്പ് ഉണ്ടായിരിക്കും, ഒരു വലിയ ജനങ്ങളുടെ ഒരു കൂട്ടായ്മ ഉണ്ടായിരിക്കും, രക്ഷപ്പെട്ട ആളുകൾ ഒത്തിരി ഉണ്ടായിരിക്കും. ഞാൻ പറയുന്നത് പിടുത്തം കിട്ടുന്നു നിങ്ങൾക്ക്? നമ്മളുള്ള ബിസിനസിന്റെ അവസരം അതാണ്. ഏറ്റവും വലിയൊരു ഞാൻ പറയാം, ലോകത്ത് ആർക്കും ലഭിക്കാത്ത, നമുക്ക് മാത്രം ലഭിച്ച ഒരു വലിയ അവസരമാണ് RCM. നമ്മളിൽ കൂടെ വേണം ഇനി മറ്റുള്ളവർക്ക് ലഭിക്കാനിത്. ഇതിനെ മനസ്സിലാക്കാതെ പോയ ആൾക്കാരുണ്ട്, വന്നിട്ട് അറിയാതെ പോയ ആൾക്കാരുണ്ട്, അറിഞ്ഞിട്ട് മനസ്സിലാക്കാതെ പോയ ആൾക്കാരുണ്ട്. പക്ഷെ നമ്മൾ അങ്ങനെയല്ല. നമ്മൾ RCM മനസ്സിലാക്കിയ ആൾക്കാരാണ്, RCM നേടാൻ വന്ന ആൾക്കാരാണ്. നേട്ടം നമുക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റണം. പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഓക്കെ. അപ്പൊ ഗോൾ സെറ്റിംഗ്, ഗോൾ സെറ്റ് ചെയ്തു. ക്ലിയർ? റെഡി? ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പൊ ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഷോ മിനിമം 5 പ്ലാൻ ഇൻ എ വീക്ക്. ഇത് പഴയ കാര്യമാണ്. ഷോ മിനിമം 5 പ്ലാൻ ഇൻ എ വീക്ക്. 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 പ്ലാൻ എന്ന് പറഞ്ഞാൽ എന്താ? RCM എന്ന് വരുമാനം വിതരണം ചെയ്യുന്ന രീതി പറഞ്ഞു കൊടുക്കുക. ഷോ 5 പ്ലാൻ ഇൻ എ വീക്ക്. പക്ഷെ ഇത് പഴയതാണ്. നമുക്ക് ഇന്ന് വേണമെങ്കിൽ ഒരു 5 പ്ലാൻ ഒരു ദിവസം കൊടുക്കാം. പക്ഷെ അത് വേണ്ട. ഒരു മിനിമം മിനിമം ഒരാളോടെങ്കിലും RCMന്റെ പ്ലാൻ, ഒരു പുതിയ ആളോട് RCMന്റെ പ്ലാൻ പറഞ്ഞു കൊടുക്കുക. എന്തിനാണ് RCM എന്താണ് RCM, എന്തിനു വേണ്ടി RCM ചെയ്യണം, ചെയ്താൽ എന്ത് കിട്ടും, എങ്ങനെ ചെയ്യണം, ഇങ്ങനെ വളരെ വ്യക്തമായിട്ട് നിങ്ങൾ ആ വ്യക്തിക്ക് പറഞ്ഞു കൊടുക്കണം. ഇത് മല്ലിപ്പൊടിയും മുളകുപൊടിയും ചായപ്പൊടിയും കാപ്പിപ്പൊടിയും വാങ്ങി ഉപയോഗിക്കുന്ന ഒരു ബിസിനസ് അല്ല എന്നും, ഈ മല്ലിപ്പൊടിയിലും ചായപ്പൊടിയിലും കാപ്പിപ്പൊടിയിലും ഒക്കെ അനന്തമായ വരുമാനത്തിന്റെ സാധ്യതയുണ്ടെന്നും വ്യക്തമായി സുതാര്യമായി അവർക്ക് എഴുതി വരച്ച് കാണിച്ചു കൊടുക്കണം. ഈ RCMന്റെ മല്ലിപ്പൊടിയിലും മുളകുപൊടിയിലും ചായപ്പൊടിയിലും കാപ്പിപ്പൊടിയിലും എനി പ്രൊഡക്ട്സ്, എല്ലാ പ്രൊഡക്ട്സിലും നമ്മുടെ കുടുംബത്തിന് മാത്രമല്ല, നമ്മുടെ കുറെ തലമുറകളുടെ ഭാവി ഭാസുരമാക്കാനുള്ള അവസരമുണ്ട് എന്ന് വ്യക്തമായി സുതാര്യമായി അവരെ കണ്ണിലേക്ക് നോക്കി സംസാരിക്കാൻ നിങ്ങൾക്ക് പറ്റണം.
ഒരു ദിവസം ഒരാളോടെങ്കിലും, ഒരു സ്ട്രേഞ്ചറോടെങ്കിലും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നു, റോട്ടിലേക്ക് ഇറങ്ങി നിന്ന് നിങ്ങൾ ആളുകളെ തടഞ്ഞു നിർത്തി സംസാരിച്ചോളൂ. എക്സ്ക്യൂസ് മീ പറയൂ. ഒരു പക്ഷെ അദ്ദേഹവും രക്ഷപ്പെടും, നിങ്ങളും രക്ഷപ്പെടും. അങ്ങനെ പുതിയ ആളുകളോട് ഒരു ദിവസം ഒരാളോടെങ്കിലും നിങ്ങൾ എന്ത് പറയണം? RCMന്റെ മാർക്കറ്റിംഗ് പ്ലാൻ പറയണം. മാർക്കറ്റിംഗ് പ്ലാൻ പറഞ്ഞു കൊടുക്കണം. ഒരു പുതിയ ആൾ തടഞ്ഞു നിർത്തി പറയാണ്, RCMൽ മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? മാർക്കിനേക്കാളും 30% വിലക്കുറവ് ഉൽപ്പന്നങ്ങൾ കിട്ടും. അത് 100% ഇന്ത്യനാണ്, ആരോഗ്യദായകമാണ്, മരുന്നില്ലാതെ ജീവിക്കാൻ വേണ്ടി പറ്റും, വരുമാനം കിട്ടും. ഓരോ 6 മാസം കൂടുമ്പോഴും നിങ്ങളൊരു മെമ്പർഷിപ്പ് എടുത്ത് ഉൽപ്പന്നം, വീട്ടിലേക്കുള്ള ഉൽപ്പന്നം വാങ്ങിക്കുകയാണെങ്കിൽ ഓരോ 6 മാസം കൂടുമ്പോഴും ഫ്രീ പ്രൊഡക്ട്സും കിട്ടും. എന്താ പറയേണ്ടത്? മാർക്കിനേക്കാൾ 30% വിലക്കുറവ് ഉൽപ്പന്നങ്ങൾ കിട്ടും, ഇന്ത്യൻ നിർമ്മിതമാണ്, ആരോഗ്യദായകമാണ്, പർച്ചേസ് വോള്യത്തിന്റെ ബെനിഫിറ്റ് കിട്ടും. അതിന് പുറമെ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഓരോ 6 മാസം കഴിയുമ്പോഴും നിങ്ങൾ വാങ്ങിക്കുന്ന തുകയ്ക്ക് തത്തുല്യമായ രീതിയിൽ ഫ്രീ പ്രൊഡക്ട്സ് കിട്ടും. വളരെ ക്ലിയർ കട്ടായിട്ട് പറഞ്ഞു കൊടുക്കണം. അത് മാത്രമല്ല, അവരോട് പറയേണ്ട ഒരു കാര്യമുണ്ട്. RCM ഒരു നെറ്റ്വർക്കാണ്. ആ നെറ്റ്വർക്കിൽ വന്നതുകൊണ്ട് നിങ്ങൾ RCM ഉൽപ്പന്നം ഉപയോഗിക്കുക, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുക. നിങ്ങൾക്ക് ടീം ബിൽഡ് ചെയ്യാൻ വേണ്ടി പറ്റുമെങ്കിൽ ഒരു ഓപ്പണർ ലെവലിൽ വന്നാൽ 70,000 പർച്ചേസ് വോളിയം കൊണ്ടുവന്നാൽ 50,000 A സൈഡിലും സെൽഫും ബി യൂണിറ്റ് ചേർത്ത് 20,000 ബി സിയിലും ബി ടീമിലും കൊണ്ടുവന്നാൽ 70,000 വോളിയം വന്നാൽ ഓപ്പണർ ആകുമെന്നും, ഓപ്പണർ ആയിക്കഴിഞ്ഞാൽ കിട്ടുന്ന സൗഭാഗ്യം എന്താണ്? ഇന്ത്യ മഹാരാജ്യത്ത് ആര് തന്നെ RCM ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിച്ചാലും അതിന്റെ സെർട്ടൻ പെർസെന്റേജ് നിങ്ങൾ അക്കൗണ്ടിലേക്ക് തരാൻ കമ്പനി തയ്യാറാണ്. അത് വാങ്ങുന്ന ലക്ഷക്കണക്കാണ് ഇന്ന് ഇന്ത്യയിൽ ജീവിച്ചിരിപ്പുണ്ട്, ഞാൻ ഉൾപ്പെടെ. പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റണം. ആര് കൊടുത്തു? ടാറ്റ കൊടുത്തോ? ബിർള കൊടുത്തോ? റിലയൻസ് കൊടുത്തോ? ഒരു മനുഷ്യന് കൊടുത്തിട്ടില്ല, ആരും കൊടുത്തിട്ടില്ല. RCMന്റെ MD കൊടുക്കുന്നു, TC ചാബ്രാജ് കൊടുക്കുന്നു. എന്താണ്? എവറി 6 months ഫ്രീ പ്രൊഡക്ട്സ് എന്ന് പറയണ്ട, ഗിഫ്റ്റ് കിട്ടുകയാണ്, സമ്മാനമാണ്. സമ്മാനം. RCMന്റെ ഉൽപ്പന്നം വാങ്ങുന്ന വ്യക്തികൾക്ക് സമ്മാനം കൊടുക്കുക. ഓരോ 6 മാസം സമ്മാനം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കിട്ടാൻ തുടങ്ങിയില്ല ആളുകൾക്ക്. എൻജോയ് ചെയ്ത് എന്ത് സന്തോഷം ആൾക്കാരുടെ മുഖത്ത്. ഇത് വേണ്ടാത്ത ആരാ ഉള്ളത്? ഈ പ്ലാൻ ഒന്ന് വ്യക്തമായി പിടിച്ചിരുത്തി പറഞ്ഞു കൊടുക്കൂ. അവർക്ക് ആവശ്യമുണ്ട്. അവർ തിരക്കിൽ പോവുകയാണ്. എന്തിനാ തിരക്ക്? ജീവിക്കാൻ വേണ്ടിയുള്ള തിരക്കിലാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മീറ്റിംഗിൽ, കോട്ടക്കൽ ഒരു മീറ്റിംഗിൽ ഒരു ടീച്ചറെ കണ്ടു, സാജിദ ടീച്ചർ. ഇതിലുണ്ടോ എന്ന് എനിക്കറിയില്ല, അവർ പേര് പറയാൻ പാടില്ല, പേര് പെട്ടെന്ന് വന്നുപോയി, സോറി. ഒരു സ്കൂളിൽ വർക്ക് ചെയ്യുന്നു, 7 വർഷമായിട്ട് വർക്ക് ചെയ്യുന്നു. ആ ടീച്ചറോട് ഞാൻ ചോദിച്ചു, ടീച്ചർ വരുമാനം പറയാൻ എന്തെങ്കിലും വിഷമുണ്ടോ? ഒരു കുഴപ്പമില്ലാന്ന് പറഞ്ഞു. ടീച്ചർ എന്നോട് പറഞ്ഞ വരുമാനം 9 മണിക്കൂർ ഓരോ ദിവസവും ജോലി ചെയ്യണം, കിട്ടുന്ന വരുമാനം 7,000 രൂപയാണ് പോലും. മന്ത്ലി ഇൻകം 7,000 റുപ്പീസ്. ആലോചിച്ച് നോക്കൂ സുഹൃത്തുക്കളെ, ഇങ്ങനെ എത്ര ടീച്ചർമാരുണ്ട്, എത്ര വ്യക്തികൾ പല മേഖലയിലുണ്ട് അല്ലേ? അപ്പൊ ടീച്ചറെ സംബന്ധിച്ച് ടീച്ചർ ഒരു 7,000 രൂപയുടെ കംഫർട്ട് സോണിലാണ്, 7,000 കംഫർട്ട് സോണിലാണ് അല്ലേ? എങ്ങനെ ജീവിക്കുന്നു? ഇവരോടൊക്കെ പറയൂ. ആര് പറയും? ഞാൻ പറയണം, നിങ്ങൾ പറയണം. അതാണ് നമ്മുടെ ഡ്യൂട്ടി. ഓക്കെ, അപ്പൊ എന്താണ്? ഷോ മിനിമം ഒരു പ്ലാൻ, RCMന്റെ വരുമാന സാധ്യതയുള്ള പ്ലാൻ നിങ്ങൾ ആർക്ക് പറഞ്ഞു കൊടുക്കണം? ആരോടും പറയണം. ഓക്കെ, അടുത്തത് എന്താണ്? മൂന്നാമത്തത് കോർ സ്റ്റെപ്സിൽ, 8 കോർ സ്റ്റെപ്സിൽ മൂന്നാമത്തെ കാര്യം എന്താ? മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് റീറ്റെയിൽ മിനിമം 5,000 BV ഇൻ എ മന്ത്. റീറ്റെയിൽ മിനിമം 5,000 PV പർച്ചേസ് വോളിയം ഇൻ എ മന്ത്. ഒരു ചെറിയ കാര്യം, വളരെ നിസ്സാരമായ കാര്യം. എന്താണ്? റീറ്റെയിൽ മിനിമം 5,000 PV ഇൻ എ മന്ത്. എഴുതിയോ? റീറ്റെയിൽ മിനിമം 5,000 PV ഇൻ എ മന്ത്. ഒരു മാസം 5,000 PVയുടെ ഉൽപ്പന്നങ്ങൾ സ്വന്തം നമ്പറിൽ ബില്ല് ചെയ്യണം. ബില്ല് ചെയ്താൽ മാത്രം പോരാ, റീറ്റെയിൽ ചെയ്യണം, വിൽക്കണം. അതൊന്നും പറ്റില്ല സാറേ, വിൽക്കലൊന്നും നടക്കില്ല. വേണമെങ്കിൽ വിറ്റാൽ മതി,
50,000 രൂപ സമ്പാദിക്കണം വിറ്റാൽ മതി. ഒരു 7 തലമുറയെ രക്ഷപ്പെടുത്താൻ വിറ്റാൽ മതി. എത്ര വിറ്റാൽ മതി? ഒരു 10,000 രൂപേന്റെ ഉൽപ്പന്നം. ദാറ്റ്സ് ഓൾ. വേറെ ഒന്നും ചെയ്യണ്ട. ഒരു 10,000 രൂപേന്റെ ഉൽപ്പന്നം RCMന്റെ ഇത് വിൽക്കാൻ പറ്റാത്ത ആൾക്കാർ ഈ ലോകത്തുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം നമ്മുടെ നാട്ടിൽ എല്ലാവരും പല്ല് തേക്കുന്നവരും കുളിക്കുന്നവരും അലക്കുന്നവരും വസ്ത്രം ധരിക്കുന്നവരും ചെരുപ്പിടുന്നവരും ഇവർ തന്നെയാണ്. ഇവർക്ക് വേണ്ടുന്ന ബേസിക് നീഡ്സ് പ്രൊഡക്ട്സ് RCMൽ ലഭ്യമാണല്ലോ. ഹയർ ക്വാളിറ്റി, ഇന്റർനാഷണൽ ക്വാളിറ്റി പ്രൊഡക്ട്സ്. അതിന് നമ്മൾ പറയും കാർ എന്ന് പറയും അല്ലെ. കാർ, CAR. എന്താണ്? കൺസ്യൂമബിൾ ആണ്, അഫോർഡബിൾ ആണ്, റിപ്പീറ്റബിൾ ആണ്. എന്താണ് RCM ഉൽപ്പന്ന പ്രത്യേകത? എന്താണ്? കൺസ്യൂമബിൾ ആണ് അല്ലെ, ഉപയോഗിച്ച് തീരുന്നതാണ് അല്ലെ. റിപ്പീറ്റബിൾ ആണ്, വീണ്ടും വീണ്ടും ഉപയോഗിക്കുന്നതാണ്. അഫോർഡബിൾ, ആർക്കും താങ്ങാൻ പറ്റുന്ന വിലക്കുള്ള ഉൽപ്പന്നങ്ങളാണ്. 98 രൂപ ഹെർബൽ ടൂത്ത് പേസ്റ്റ് കോൾഗേറ്റിന്റെ വില മാർക്കറ്റിൽ 100 ഗ്രാമാണ്. മനസ്സിലാക്കുക, 100 ഗ്രാം കോൾഗേറ്റ് ഹെർബൽ ടൂത്ത് പേസ്റ്റ് വില 98 രൂപ. RCMല് 100 ഗ്രാം ഹെർബൽ ടൂത്ത് പേസ്റ്റ് വില, ഫ്ലൂറൈഡ് ഇല്ലാത്തത്, ആരോഗ്യത്തിന് ഹാനികരമല്ലാത്ത ടൂത്ത് പേസ്റ്റ്, വിഷങ്ങളൊന്നും ഇല്ലാത്ത ടൂത്ത് പേസ്റ്റ് വില 53 രൂപ, 55 രൂപ. മെമ്പർഷിപ്പ് 43 രൂപ. ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് ഫ്ലൂറൈഡ് ഇല്ല. എന്തുകൊണ്ട് ഫ്ലൂറൈഡ് ഇല്ല? RCM ഉൽപ്പന്നങ്ങൾക്ക് എന്തുണ്ട്? ആരോഗ്യം കൊടുക്കുന്ന ഉൽപ്പന്നങ്ങളാണ്. TC ചാബ്രാജ് എന്താ പറയുന്നത്? RCM ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചാൽ ആരോഗ്യം കിട്ടും. അപ്പൊ ആരോഗ്യദായകമാണ്, അദ്ദേഹം തീരുമാനിച്ചിട്ട് ആരോഗ്യം കൊടുക്കാൻ. അപ്പൊ ഈ ആരോഗ്യദായക ടൂത്ത് പേസ്റ്റിന്റെ കാര്യങ്ങൾ ഇങ്ങനെ പല പല ഉൽപ്പന്നം, തവിടെണ്ണ ആയിക്കോട്ടെ, ഇനി നിങ്ങൾ എനി പ്രൊഡക്ട്സ് എടുത്തോളൂ, ന്യൂട്രിചാർജ് വുമൺ എടുത്തോളൂ, വെജോമേഗ എടുത്തോളൂ, ഗാമി എടുത്തോളൂ, പെയിന്റ് എടുത്തോളൂ, ഏത് പ്രൊഡക്ട്സ് എടുത്തോളും ഈ മാർക്കറ്റിനൊക്കെ വിലക്കുറവും ക്വാളിറ്റിയും പറഞ്ഞു കൊടുത്തു, ഇതിന്റെ പ്രാധാന്യം പറഞ്ഞു കൊടുത്തുകൊണ്ട് ഒരു 5000 PVന്റെ ഉൽപ്പന്നം, അറൗണ്ട് ഒരു 10,000 രൂപയുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ നിങ്ങൾ തയ്യാറാകണം. കാരണം വിൽക്കാൻ തയ്യാറാകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, RCMല് ഒരു സിംഗിൾ പൈസ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാതെ RCMൽ വന്ന നമ്മൾ RCMന്റെ മാലിക് ആണെന്നാണ് ആര് പറയുന്നത്? മേ മാലിക് എന്നാണ് ആര് പറഞ്ഞത്? RCMന്റെ ഉടമസ്ഥനായ, RCMന്റെ ഉപജ്ഞാതാവായ TC ചാബ്രാജി നമ്മളോട് നേരിട്ട് പറഞ്ഞത്, നിങ്ങളാണ് RCMന്റെ ഉടമസ്ഥർ, ഞാൻ വെറും ഒരു സേവകനാണ്, ഞാൻ നിങ്ങളുടെ ഒരു സേവകനാണ്, നിങ്ങൾ എന്ത് പറയുന്നു അത് ഞാൻ റെഡിയാക്കി തരാം, നിങ്ങളാണ് ഉടമ, നിങ്ങളാണ് ഉടമസ്ഥൻ. ഈ ഉടമസ്ഥൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആർക്കും പതിച്ചു തരില്ല, ഇത് ഉണ്ടാക്കി തരില്ല. അത് എന്താ പറയാ, ഈ പറയുന്ന സ്റ്റാമ്പ് പേപ്പർ എഴുതി ഒപ്പിട്ട് രജിസ്റ്റർ ചെയ്തൊന്നുമില്ല. ഇത് നിങ്ങൾ സ്വയം ആർജിക്കേണ്ടതാണ്, നിങ്ങൾ സ്വയം ഏറ്റെടുക്കേണ്ടതാണ് ഈ ഉടമസ്ഥതാ മനോഭാവം. അങ്ങനെയാണ് എങ്കിൽ എന്റെ കമ്പനി, ഞാൻ നിർമ്മിക്കുന്ന ഉൽപ്പന്നം എനിക്ക് രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ ഉപയോഗിക്കണം. ഞാൻ ഒരു 10,000 രൂപയുടെ ഉൽപ്പന്നങ്ങളും ഒരു മാസം വിറ്റഴിക്കാൻ, RCMനെ പറ്റി അറിയാത്ത ആളുകൾ എത്തിക്കാൻ നമ്മൾ തയ്യാറാണ്. എന്നാൽ മാത്രമേ നമ്മളെ കമ്പനിക്ക് ലാഭം ഉണ്ടാവുള്ളൂ, എന്നാൽ മാത്രമേ നമുക്ക് ബോണസ് കിട്ടത്തുള്ളൂ. ബോണസ് വാങ്ങിക്കുന്നതൊക്കെ ചെയ്യണ്ടേ? ഓക്കെ, അപ്പൊ എന്തായി? 5000 PV ചെയ്യാൻ റെഡിയാണോ? എത്ര റെഡിയാണ് 5000 PV ചെയ്യാൻ? ഇത് ചെയ്യുന്ന ആൾക്കാരെല്ലാവരും എനിക്കറിയാം, എല്ലാവരും ചെയ്യുന്ന ആൾക്കാരാ, 5000 PV ചെയ്യുന്ന ആൾക്കാരാണ് അല്ലെ. യെസ്. നെക്സ്റ്റ്, 4ാമത്തെ കാര്യം. ഗുഡ്. ഓക്കെ, 4ാമത്തെ കാര്യം പറയട്ടെ. റെഡിയാണോ? എഴുതിക്കാൻ റെഡിയാണോ? എഴുതിക്കോളൂ. യൂസ് ഓഡിയോ ഓർ വീഡിയോ. എഴുതൽ വലിയ ബുദ്ധിമുട്ടായി. സത്യത്തിൽ നമുക്കറിയാം, പലർക്കും സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാറുണ്ട് PPT കാണിക്കുമ്പോൾ. ഒരു കാര്യമില്ല, ആരും നോക്കാൻ വേണ്ടി പോകുന്നില്ല. എഴുതുമ്പോൾ കുറച്ചെങ്കിലും നിങ്ങളുടെ മനസ്സിലുണ്ടാവും. യൂസ് ഓഡിയോ ഓർ വീഡിയോ ആൻഡ് റീഡ് റെക്കമെൻഡഡ് ബുക്ക് അറ്റ്ലീസ്റ്റ് 30 minutes ഡെയിലി. എന്താണ്? യൂസ് ഓഡിയോ ഓർ വീഡിയോ ആൻഡ് റീഡ് റെക്കമെൻഡഡ് ബുക്ക് റെക്കമെൻഡ് ചെയ്യുന്ന ബുക്ക്, ലീഡേഴ്സ് ഒക്കെ റെക്കമെൻഡ് ചെയ്യുന്ന ബുക്ക് അറ്റ്ലീസ്റ്റ് 30 minutes ഡെയിലി. ഒന്നുകൂടെ പറയട്ടെ. യൂസ് ഓഡിയോ ഓർ വീഡിയോ ആൻഡ് റീഡ് റെക്കമെൻഡഡ് ബുക്സ്. മോട്ടിവേഷണൽ ബുക്സ് ഒക്കെ ഇതിനെ പറ്റിയിട്ട്. ബുക്ക് അറ്റ്ലീസ്റ്റ് 30 minutes 30 minutes ഡെയിലി. എല്ലാ ദിവസവും രാവിലെ ഈ നമ്മൾ യൂട്യൂബിലേക്ക് പോയ ഒരു പ്രശ്നമുണ്ട്. യൂട്യൂബിൽ നമ്മൾ എന്തെങ്കിലും സെർച്ച് ചെയ്ത് പിന്നെ വേറെ പലത് വരുമ്പോൾ അതിന്റെ പുറകിൽ പോകും. കഴിയുന്നത് ബുക്കാണ് ഏറ്റവും നല്ലത്. നല്ല റെക്കമെൻഡ് ബുക്സ് ഉണ്ട്. ഞാൻ വായിക്കുന്ന ബുക്കുകളെ കാണിച്ചിരുന്നത് അവിടെ തന്നെ ഉണ്ട്. ഞാൻ വായിക്കുന്ന ബുക്ക് ഇതാ ഒരു ബുക്കാണ്. എന്താ പേര്? ദി മാജിക് ഓഫ് തിങ്കിങ് ബിഗ്. ഇത് ഭയങ്കര ബുക്കാട്ടോ. ദി മാജിക് ഓഫ് തിങ്കിങ് ബിഗ്. വലുതായി ചിന്തിക്കുന്നതിന്റെ മാജിക് ആണ്. വലുതായിട്ട് ചിന്തിക്കുക. ഈ വലുതായിട്ട് ചിന്തിക്കാതിന്റെ കൂടെ ഒരു കാര്യം പറയാം. പണ്ട് നമ്മുടെ ഗോപകുമാർ സാറ് പണ്ട് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്,
ഒരു 10,000 രൂപ സമ്പാദിക്കാൻ വേണ്ടി നിങ്ങൾ ആരും RCMലേക്ക് വരണ്ട. അത് നിങ്ങൾ ചെയ്യുന്ന പെണ്ണിന് ചെയ്തോളാൻ പറയാറ്. അതിന്റെ അർത്ഥം എന്താ? കൂടുതൽ ആഗ്രഹിക്കണം, കൂടുതൽ നേടാൻ ആഗ്രഹം വേണം. അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താണ് ഇതിന്റെ പേര്? ദി മാജിക് ഓഫ് തിങ്കിങ്. ഇതൊക്കെ വായിക്കും നിങ്ങൾ. ഇതിലൊക്കെ വലിയ വലിയ പോയിന്റുകൾ ഉണ്ട്. ഈ ബുക്ക് ഞാൻ വായിക്കാറുണ്ട്. അടുത്ത ബുക്ക് കണ്ടത്, ഇതിന്റെ പേരെന്താണെന്നറിയോ? നെറ്റ്വർക്ക് മാർക്കറ്റിലെ നിങ്ങൾക്കുമാകാം കോടീശ്വരൻ. നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിലൂടെ നിങ്ങൾക്കുമാകാം കോടീശ്വരൻ. ആരെഴുതിയതാ? ദീപക് ബജാജ് എഴുതിയാൽ. അദ്ദേഹം സക്സസ്ഫുൾ ആയ ലീഡറാണ്. അയാൾ പറയുന്നു, ഈ ബുക്ക് ഇതൊക്കെ വായിക്കും നിങ്ങൾക്ക്. വിജയം നിങ്ങളുടെ ജന്മ അവകാശമാണ്. ഇങ്ങനെ കുറെ ബുക്ക് ഞാൻ വായിക്കുന്നുണ്ട്. കൊച്ചി ഞാൻ വായിക്കാറുണ്ട്. ആകർഷമായ വ്യക്തിത്വം, ലക്ഷ്യം നേടാൻ ശരിയായ മാർഗങ്ങൾ. ഇത് ഇയാളുടെ നമ്മളെ മധു ഭാസ്കറിന്റെ ലക്ഷ്യം നേടാൻ ശരിയായ തീരുമാനങ്ങൾ. ഇതൊക്കെ വേണം. ഓക്കെ, അപ്പം മനസ്സിലായോ? അപ്പം ഇതൊക്കെ കാണാം. പിന്നെ നമ്മുടെ RCMലുള്ള സക്സസ്ഫുൾ ലീഡേഴ്സിന്റെ നല്ല മോട്ടിവേഷൻ വീഡിയോസ് RCM യൂട്യൂബിലുണ്ട്. RCM അൾട്ടിമേറ്റ് മലയാളത്തിലുണ്ട്. വേറെയും കുറെ ചാനലുകൾ RCMലുണ്ട്. നിങ്ങൾ സെർച്ച് ചെയ്യണം, എന്നിട്ട് നിങ്ങളത് കേൾക്കണം. മനസ്സിലായല്ലോ? 4ാമത്തെ കാര്യം. ഇനി 5ാമത്തെ കാര്യം എന്താ? 8 കോർ സ്റ്റെപ്സിൽ 5ാമത്തെ കാര്യം നോട്ട് ചെയ്യുക. അറ്റൻഡ് മിനിമം 1 UES പ്രോഗ്രാം ഇൻ എ മന്ത്. അറ്റൻഡ് മിനിമം 1 UES പ്രോഗ്രാം ഇൻ എ മന്ത്. എന്താ UES എന്ന് പറഞ്ഞാൽ? എന്താ UES എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു അസോസിയേഷൻ ആണ്. RCM അസോസിയേഷൻ ആണ് യൂണിക് എഡ്യൂക്കേഷൻ സിസ്റ്റം. എന്താണ് യൂണിക് എഡ്യൂക്കേഷൻ സിസ്റ്റം? അവരാണ് നമ്മളെ അവരാണ് ഇതിനൊക്കെ ഉപജ്ഞാതാക്കൾ. അവരാണിത് പറയുന്നത്, അവരാണ് എഴുതിയിരിക്കുന്നത്. അറ്റൻഡ് മിനിമം 1 UES പ്രോഗ്രാം ഇൻ എ മന്ത്. US പ്രോഗ്രാം നോർത്ത് ഇന്ത്യയിലെ സജീവമായി നടക്കുന്നത്. ഇവിടെ നമുക്ക് നമ്മുടെ കേരളത്തിൽ എഴുതില്ലല്ലേ? അറ്റൻഡ് മിനിമം 1 UES പ്രോഗ്രാം ഇൻ എ മന്ത്. അതായത് വലിയ പ്രോഗ്രാം, വലിയ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ഒരു സെമിനാറിൽ മാസത്തിൽ ഒന്നെങ്കിലും നമ്മൾ അറ്റൻഡ് ചെയ്യണം. നമ്മൾ മാത്രമായിട്ട് നമ്മുടെ ടീം അംഗങ്ങളെ അറ്റൻഡ് ചെയ്യിപ്പിക്കണം. എന്തിനു വേണ്ടിയിട്ടാ? വലിയ വിഷയം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമുക്ക് കേരളത്തിൽ ഇഷ്ടം പോലെ പ്രോഗ്രാമുകളുണ്ട്. ആ പ്രോഗ്രാമിൽ നിങ്ങൾ പങ്കെടുക്കണം. ഒരു പ്രോഗ്രാമിനും ഒരു ലീഡറും വിളിച്ച് പറയേണ്ട കാര്യമില്ല. നിങ്ങൾ ലീഡർമാരെ വിളിച്ച് പറയൂ, സാറേ ഇന്ന ദിവസം മീറ്റിംഗ് ഉണ്ടല്ലേ, ഞാനും എന്റെ ടീമും ഞാനൊരു 50 പേരും അവിടെ പങ്കെടുക്കും. ലീഡർമാരെ അങ്ങോട്ട് വിളിച്ച് പറയൂ. പക്ഷെ ഇവിടെ എന്താ സംഭവം? ഇപ്പം നമ്മളെ തീരുമാനത്തിൽ മാറ്റം വരുത്താണ്. ഇന്ന് മുതൽ നമ്മൾ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ 2024 ജനുവരി ചെയ്യേണ്ട കാര്യം, ലീഡർമാർ വിളിക്കല്ല. ഒരു മെസ്സേജ് കണ്ടാൽ ലീഡറെ വിളിച്ച് പറയാ, സാറേ ഞാനും എന്റെ ടീമും ഒരു 50 പേര് ഒരു 100 പേരും ആ പ്രോഗ്രാമിൽ ഉണ്ടായിരിക്കും. അങ്ങോട്ട് വിളിച്ച് പറയൂ. സക്സസ് ആർക്കാ വേണ്ടത്? നമുക്ക് ഓരോരുത്തരൊക്കെ വേണ്ട അല്ലെ? അവരെ വിളിച്ച്, അല്ലാതെ ഇപ്പം ലീഡർമാർ അങ്ങോട്ട് വിളിച്ച് നിൽക്കേണ്ട കാര്യമില്ല. നമുക്ക് എന്താക്കാം, ചെയ്യാം. അപ്പൊ എന്താണ്? അറ്റൻഡ് മിനിമം 1 UES പ്രോഗ്രാം ഇൻ എ മന്ത്. ഒരു പ്രോഗ്രാം മിസ് ചെയ്യരുത്. മാക്സിമം പ്രോഗ്രാം അറ്റൻഡ് ചെയ്യണം. ഓക്കെ, അപ്പം 5ാമത്തെ കഴിഞ്ഞു. 6ാമത്തെ എന്താണ്? 6ാമത്തെ എഴുതിയെടുത്തോളൂ. കൗൺസൽ വിത്ത് യുവർ ആക്റ്റീവ് ആൻഡ് ഗ്രോവിംഗ് അപ്ലൈൻ ഇൻ സ്റ്റാർട്ട് ഓഫ് ദ മന്ത്. കൗൺസൽ എന്താണ്? കൗൺസൽ വിത്ത് യുവർ ആക്റ്റീവ് ആൻഡ് ഗ്രോവിംഗ്. കൗൺസൽ വിത്ത് യുവർ ആക്റ്റീവ് ആൻഡ് ഗ്രോവിംഗ് അപ്ലൈൻ ഇൻ സ്റ്റാർട്ട് ഓഫ് ദ മന്ത്. ഗ്രോവിംഗ് അപ്ലൈൻ ഇൻ സ്റ്റാർട്ട് ഓഫ് ദ മന്ത്. ഒന്നും കൂടെ പറയാം. കൗൺസൽ വിത്ത് യുവർ ആക്റ്റീവ് ആൻഡ് ഗ്രോവിംഗ് അപ്ലൈൻ ഇൻ സ്റ്റാർട്ട് ഓഫ് ദ മന്ത്. നിങ്ങളുടെ ആക്റ്റീവ് ആയിട്ടുള്ള ഗ്രോവിംഗ് ആയിട്ടുള്ള ഒരു ലീഡറുമായിട്ട് കൗൺസിൽ ചെയ്യാനാ പറയുന്നത്. എത്ര പേര് ചെയ്യുന്നത് എനിക്കറിയില്ല. പക്ഷെ ചെയ്യുന്ന ആൾക്കാർ വളരെ കുറവാന്നുള്ള സത്യമാണ്. അപ്പം മാസത്തിന്റെ തുടക്കത്തിൽ നിങ്ങൾ നിങ്ങളുടെ ലീഡറെ വിളിച്ചിട്ട് നിങ്ങളുടെ ആക്ടിവിറ്റീസും നിങ്ങൾ ചെയ്ത കാര്യങ്ങളും എന്തെങ്കിലും ചേഞ്ച് ചെയ്യാനുണ്ടോ എന്നൊക്കെ നിങ്ങൾ ഒരു ലീഡറുമായിട്ട്, ഇനി എന്തെങ്കിലും പരാതികളുണ്ടോ അതൊക്കെ അദ്ദേഹവുമായിട്ട് നിങ്ങളൊന്ന് ഡിസ്കസ് ചെയ്യുമ്പോൾ, കൗൺസിൽ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു എനർജി കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാരും മറക്കരുത്. കൗൺസിൽ വിത്ത് യുവർ ആക്റ്റീവ് ആൻഡ് ഗ്രോവിംഗ് അപ്ലൈൻ. ഒരു ലീഡർ, നിങ്ങൾ ഒരു ലീഡർ ആകാൻ ആഗ്രഹിക്കുന്നുണ്ടല്ലോ. ലീഡർ എങ്ങനെയായിരിക്കണം? ആക്റ്റീവ് ആയിരിക്കണം, എഫക്റ്റീവ് ആയിരിക്കണം, ഗ്രോവിംഗ് ആയിരിക്കണം, കെയറിംഗ് ആയിരിക്കണം. എങ്ങനെയാണ് ഒരു ലീഡർ എങ്ങനെയായിരിക്കണം? ഒരു ലീഡർ എങ്ങനെയായിരിക്കണം എന്ന് പറയുന്നത് ആക്റ്റീവ് ആയിരിക്കണം. ഒരു ലീഡർ ആക്റ്റീവ് ആയിരിക്കണം, എഫക്റ്റീവ് ആയിരിക്കണം, ഗ്രോവിംഗ് ആയിരിക്കണം, കെയറിംഗ് ആയിരിക്കണം. ഇങ്ങനെയുള്ള ഒരു ലീഡറാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ആ ലീഡറുമായിട്ട് നിങ്ങൾ എന്താക്കണം? കൗൺസിൽ ചെയ്യണം.
നിങ്ങളുടെ പ്രശ്നങ്ങൾ പറയണം, അവരുടെ സജഷൻ നിങ്ങൾ കേൾക്കാൻ തയ്യാറാകണം. എന്തിനു വേണ്ടി ഇത് ചെയ്യുന്നത്? നമ്മുടെ സക്സസ് നേടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അടുത്തത് എന്താണ്? 7ാമത്തെ പോയിന്റിലേക്ക് ഞാൻ കടക്കുകയാണ്. 7ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, കോർ സ്റ്റെപ്സ് 7ാമത്തെ പോയിന്റ്, ബി അക്കൗണ്ടബിൾ ആൻഡ് കൺസിസ്റ്റന്റ്. വെരി ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ബി അക്കൗണ്ടബിൾ ആൻഡ് കൺസിസ്റ്റന്റ് ആണ്. ബി അക്കൗണ്ടബിൾ ആൻഡ് കൺസിസ്റ്റന്റ്. എന്താ അക്കൗണ്ടബിൾ എന്ന് പറഞ്ഞാൽ? എന്താ? ഉത്തരവാദിത്തമുള്ളവരായിരിക്കുക എന്നുള്ളതാണ്. റെസ്പോൺസിബിലിറ്റി. അക്കൗണ്ടബിൾ, ബി അക്കൗണ്ടബിൾ. നമ്മൾ ഒരു ഉത്തരവാദിത്തമുള്ള ഒരു ലീഡർ ആയിട്ട് മാറുക. പിന്നെയോ കൺസിസ്റ്റന്റ് ആണ്. സ്ഥിരത ഉണ്ടായിരിക്കണം. 6 മാസം ആർസ്യം, 6 മാസം വേറെ ഒന്ന്, അതിനുശേഷം വേറെ ഒന്ന്, അങ്ങനെയല്ല. സ്ഥിരതയുള്ള ആളായിരിക്കാം. അക്കൗണ്ടബിൾ, ഉത്തരവാദിത്തമുള്ള ഒരു ലീഡറായിട്ട് മാറുക. കൺസിസ്റ്റന്റ് ആയിരിക്കണം. ഞാൻ 18 വർഷമായിട്ട് ആർസ്യമിലുണ്ട്. ഗോകുമാർ സാർ 18 വർഷമായിട്ടുണ്ട്. സുജി സാർ 18 വർഷമായിട്ടുണ്ട്. മൂർത്തി സാർ 18 വർഷമായിട്ടുണ്ട്. കൺസിസ്റ്റന്റ് ആയിട്ട് ആരെല്ലാം ആർസ്യം നിന്നിട്ടുണ്ടോ അവരൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട്. അവർ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. അവർ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാറുണ്ട്. മീറ്റിങ്ങിന് ആൾക്കാർ വിളിക്കാറുണ്ട്. കയ്യിൽ നിന്ന് കാശ് പോയാലും പ്രോഗ്രാം ചെയ്യാറുണ്ട്. യാത്ര ചെയ്യാറുണ്ട്. പ്രശ്നങ്ങളെ ഏറ്റെടുക്കാറുണ്ട്. പ്രശ്നങ്ങൾ സോൾവ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഇതൊക്കെ അവർ ചെയ്യുന്ന ഡ്യൂട്ടീസാ. അങ്ങനെ ചെയ്തവരൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ബി അക്കൗണ്ടബിൾ, ഉത്തരവാദിത്തം കാണിക്കണം. കൺസിസ്റ്റന്റ് ആണ്. ആർസ്യം വിട്ടുപോകാൻ പല കാരണങ്ങളല്ല, അല്ലേ? ശരിയല്ല? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഒത്തിരി കാരണങ്ങളാണ്. പക്ഷെ നിങ്ങളൊന്ന് പുറകോട്ട് ഒരു 10-18 വർഷം മുന്നേ ആർസ്യം കേരളത്തിൽ തുടങ്ങിയ ആ കാലഘട്ടം നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. പ്രൊഡക്ട്സിന് ലഭ്യതയില്ല, ലാംഗ്വേജ് ഇല്ല, മീറ്റിംഗ് ഇല്ല, വരുമാനം കിട്ടിയ ആളുകളില്ല, ഉൽപ്പന്നം ഉപയോഗിച്ച് ആരോഗ്യം രക്ഷപ്പെട്ട ആളുകളില്ല. ഒന്നുമില്ലാത്ത കാലഘട്ടത്തിൽ ആർസ്യമിനെ ഏറ്റെടുത്ത് വളർത്തിയ ആ വ്യക്തിത്വങ്ങൾ നിങ്ങൾ ശരിക്കും മനസ്സിലും സങ്കല്പിച്ചു നോക്കൂ. എന്തുകൊണ്ട് അവർ കൺസിസ്റ്റന്റ് ആയി നിന്നു? വൈ അവരെങ്ങനെ ആർസ്യമിൽ നിന്നു? ശരിക്കും തിങ്ക് ചെയ്യും നിങ്ങൾ. ഇന്ന് ആർസ്യം വിട്ടുപോകാൻ പല കാരണങ്ങൾ, അല്ലെ? സോപ്പ് പതഞ്ഞിട്ടില്ലെങ്കിൽ ആൾക്കാർ ആർസ്യം വിട്ടുപോകും. ആട്ടപ്പൊടിന്റെ മൂല പൊട്ടി ആൾക്കാർ ആർസ്യം വിട്ടുപോകും. തൗടനക്ക് വില കൂട്ടി ആർസ്യം ആൾക്കാർ വിട്ടുപോകും. വിട്ടുപോയവർക്കാണോ ദോഷം സംഭവിച്ചത്? നിലനിന്നവർക്കാണോ ദോഷം സംഭവിച്ചത്? ആർക്കാ ദോഷം ഉണ്ടായത്? ഞാൻ ഉറപ്പായിട്ട് പറയുന്നു, ആരാണോ വിട്ടുപോയത്, വിട്ടുപോയവർക്ക് മാത്രമേ ദോഷം സംഭവിച്ചിട്ടുള്ളൂ. എല്ലാ ത്യാഗവും സഹിച്ച് എല്ലാം സമർപ്പിച്ച് ആർസ്യമിൽ നിന്ന ആളുകളൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട്. അതിന് ഒരു വലിയ ഉദാഹരണം ഇന്നലെ നടന്നു. ഒരു വലിയ ഉദാഹരണം. ആർസ്യമിലെ പ്രഗത്ഭരായ രണ്ട് ലീഡേഴ്സ്, ബിനു സാറ്, ഡോക്ടർ രാജൻ സാർ. ബിനു സാറിന്റെ മകളെ ഡോക്ടർ രാജൻ സാറിന്റെ മകൻ കല്യാണം കഴിച്ചു. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. മാരേജ് മാർക്കറ്റിൽ ഇനി ആർസ്യം പ്രവർത്തകർക്ക് വാല്യൂ കൂടാൻ വേണ്ടി പോവാണ്. വെരി ഇമ്പോർട്ടന്റ് പോയിന്റ്. ഒരു സ്വന്തം ആർസ്യം ഉണ്ടെങ്കിൽ പോലും സ്വന്തം മകളെ കല്യാണം കഴിച്ചു കൊടുക്കുമ്പോൾ ഒരു അച്ഛൻ, ഒരു അമ്മ പലവട്ടം ചിന്തിക്കും, ഇവന് കൊച്ചിനെ പോറ്റാൻ പറ്റുമോ? അതിനും മാതൃകയായിട്ട് ആർസ്യം ലീഡേഴ്സ് ഉണ്ടായി. അതിനും മാതൃകയായി. അതാ ഞാൻ പറയുന്ന, കേരളത്തിൽ ആർസ്യം ലീഡേഴ്സ് ഉണ്ടല്ലോ, അവര് തീയിൽ കുരുത്തവരാണ്, അവർ അനുഭവസ്ഥരാണ്. അവർ കാണിച്ചതാ, ഞാൻ എന്റെ മകളെ രാജസ്ഥാന്റെ മകന് കൊടുക്കുന്നു. അവർ ഫാമിലിയായിട്ട് ആർസ്യം ചെയ്യാണ്. നിങ്ങൾ ചിന്തിക്കൂല്ലേ? കല്യാണ മാർക്കറ്റിലും ആർസ്യമിന് ഇനി പ്രചാരം വർദ്ധിക്കാൻ വേണ്ടി ആർസ്യം ചെയ്യുന്നതിനാൽ അപ്പം തന്നെ കല്യാണം കഴിക്കുക. കാരണം അത്രയും ക്രെഡിബിലിറ്റി ഉണ്ട്, അത്രയും സ്വാതന്ത്ര്യമുണ്ട്, സാമ്പത്തിക സ്വാതന്ത്ര്യം ഒരു കമ്പനി നമ്മൾ വർക്ക് ചെയ്യുന്നത്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ആരാ കാണിച്ചത്? സക്സസ്ഫുൾ ലീഡേഴ്സ്. അവർ വഴി കാണിച്ചിരുന്നു, വേറെ ആരല്ല, ലീഡേഴ്സാ കാണിക്കുന്നത്. ശരിക്കും ഇതിലൊക്കെ നമ്മൾ എന്ത് പറയണം? ഇതൊക്കെ ചങ്കൂറ്റെന്ന് പറയുന്നത്, ഇതൊക്കെ മാതൃക എന്ന് പറയുന്നത്. നമ്മുടെ അർജുനും അരുണിമയ്ക്കും എല്ലാവിധ എന്താ പറയാ ദീർഘായുസോടു കൂടി ജീവിക്കാൻ പറ്റാൻ നമുക്ക് എല്ലാവർക്കും ആശംസിക്കാം, അല്ലെ? ഒരു ആശംസ അറിയിക്കാം. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, കൺസിസ്റ്റൻസി, ബി അക്കൗണ്ടബിൾ, ഉത്തരവാദിത്തം കാണിക്കണം കേട്ടോ. എന്തിനു വേണ്ടിയിട്ടാ?
എന്തെങ്കിലുമൊക്കെ നേടാൻ വേണ്ടിയിട്ടാണ്. റെഡിയാണോ? നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോ എന്റെ സംസാരം? ബോറടിക്കുന്നുണ്ടോ? ഒരാൾക്ക് ഇറങ്ങി പോകുന്നുണ്ടല്ലോ. ഓക്കെ, ഇറങ്ങി പോകുന്നവർക്ക് അത് മതിയാവും. ഡോണ്ട് വറി. എല്ലാവരും ഇന്ന് രക്ഷപ്പെടുത്താൻ പടച്ച തമ്പുരാൻ വിചാരിച്ചാൽ സാധിക്കത്തില്ലല്ലോ അല്ലെ? ഗുഡ്, നോ പ്രോബ്ലം. ഇനി എട്ടാമത്തെ കാര്യം പറഞ്ഞാൽ അവസാനിപ്പിക്കാം നമുക്ക്. എട്ടാമത്തെ കാര്യം എന്താ? ലേൺ, ടീച്ച് ആൻഡ് ഡ്യൂപ്ലിക്കബിൾ. എന്താണ്? ലേൺ, ടീച്ച് ആൻഡ് ഡ്യൂപ്ലിക്കബിൾ. പഠിക്കണം, പഠിപ്പിക്കണം, അത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യണം. ലേൺ, നിങ്ങൾ പഠിക്കാൻ തയ്യാറാകണം, നിങ്ങൾ പഠിപ്പിക്കാൻ തയ്യാറാകണം, നിങ്ങൾ അത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ തയ്യാറാകണം. ഇതൊരു ഡ്യൂപ്ലിക്കേഷന്റെ ബിസിനസ് ആണ്. ഞാൻ എന്താണോ ചെയ്യുന്നത് അത് തന്നെ ചെയ്യുന്ന ആളുകളെ എന്റെ ഗ്രൂപ്പിൽ കൊണ്ടുവരിക. വേറൊന്നും ചെയ്യാനില്ല. ദാറ്റ്സ് ഓൾ. വേറൊന്നുമില്ല. വേറെന്താ ചെയ്യാനുള്ളത്? ഒന്നുമില്ല. ഒരിക്കൽ സുരേന്ദ്രവട്ട് സാർ, ഡയമണ്ട് സുരേന്ദ്രവട്ട് സാർ, സാക്ഷാൽ ഡയമണ്ട് സുരേന്ദ്രവട്ട് സാർ സ്റ്റേജിൽ പറഞ്ഞു, ചോദിച്ചു, നിങ്ങൾക്ക് ഡയമണ്ട് ആകണോ? യെസ്, എല്ലാവരും പറഞ്ഞു ഡയമണ്ട് ആണെന്ന് പറഞ്ഞു. അത് എന്താ ചെയ്തത്? അദ്ദേഹം ഒരു സ്റ്റേജിന്റെ മൂലയിൽ പോയി നിന്ന് മറ്റൊരു മൂലയിലേക്ക് നടന്നു കാണിച്ചു. എന്താ പറഞ്ഞെന്നറിയോ? ഫോളോ മീ, ഫോളോ മീ. ഞാൻ എന്താണോ ചെയ്തത്, ഞാൻ എങ്ങനെയാണോ പറയുന്നത്, ഞാൻ എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത്, അത് തന്നെ നിങ്ങൾ ചെയ്തോളൂ, നിങ്ങൾക്കും ഡയമണ്ട് ആകും. ദാറ്റ്സ് ഓൾ. വേറെ ഒന്നും, അത് മതി. കാരണം ആ മനുഷ്യൻ ആർസനൽ വരുന്ന സമയത്ത് ഒറ്റ പ്രൊഡക്ട്സേ ഉള്ളൂ, സിംഗിൾ പ്രൊഡക്ട്സേ ഉള്ളൂ, ഓൺലി വൺ പ്രൊഡക്ട്സ്, ഒരു പാൻ പീസ് മാത്രം. അന്ന് അദ്ദേഹം ഒരു കേബിൾ വാലയാണ്, ഒരു കേബിൾ ടി വി ഓപ്പറേറ്റർ ആണ്. നിങ്ങൾ മനസ്സിലാക്കി, 23 വർഷം മുന്നേ ഡോക്ടർ സുരേന്ദ്രവട്ട്, ഇന്ന് ഡോക്ടർ സുരേന്ദ്രവട്സ് ആണ്, അന്ന് ഡോക്ടർ ഇല്ല, സാധാരണ മനുഷ്യൻ, കേബിൾ ടി വി ഓപ്പറേറ്റർ. നിങ്ങൾ ആലോചിച്ചു ആ മനുഷ്യന്റെ ഒക്കെ ബിലീഫ് എന്തായിരിക്കും അല്ലേ? ആ വിശ്വാസം എന്തായിരിക്കില്ല? ആലോചിച്ചു നിങ്ങൾ. ഒരു സിംഗിൾ പ്രൊഡക്റ്റ് ഉള്ള സമയത്ത് ആർസനൽ വരികയും അതിൽ നിലനിൽക്കുകയും അതിൽ നിന്നുകൊണ്ട് ഡയമണ്ട് ആകുകയും 50 ലക്ഷം വരുമാനം അതൊരു വ്യക്തിയായി മാറുകയും ചെയ്തു. എന്തായിരിക്കും ആ വിശ്വാസ്യത? എന്തെല്ലാം പ്രശ്നങ്ങൾ അദ്ദേഹം നേരിട്ടിട്ടുണ്ടാവും? ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അവിടെ നമുക്കൊരു ആട്ട പൊട്ടിയാൽ നമ്മൾ ഇട്ടുവെച്ച് പോകുന്നത്. ശരിയല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ലേൺ, ടീച്ച് ആൻഡ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാനാ പറയുന്നത്. ഇത് നമ്മൾ ചെയ്താൽ ഈ 8 കാര്യങ്ങൾ, ലേൺ, ടീച്ച്, ഡ്യൂപ്ലിക്കേറ്റ്, എന്തൊക്കെ പഠിക്കാൻ ആർസിഎമ്മിൽ എന്തെല്ലാം പഠിക്കണം? പ്രൊഡക്ട്സ്, 3P, 3Ps ആണ്. 3 പില്ലേഴ്സ് എന്തൊക്കെയാണ്? കമ്പനി പ്രൊഫൈൽ, പ്രൊഡക്ട്സ്, ദെൻ പ്ലാൻ. വെരി വെരി ഇമ്പോർട്ടൻറ്റ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. പ്രൊഡക്ട്സ് പഠിക്കണം. ആദ്യം കമ്പനി, ഒരാളോട് പറയുമ്പോൾ കമ്പനി പ്രൊഫൈൽ പറയണം. കമ്പനി എന്ന് തുടങ്ങി 1977 തുടങ്ങി. ഏതാ കമ്പനിയുടെ പേര്? ഫാഷൻ സൂട്ടിങ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആർസിഎം എപ്പോൾ തുടങ്ങി? 2000 ഓഗസ്റ്റ് മാസം തുടങ്ങി. എത്ര പ്രൊഡക്ട്സ്? ഒരു പ്രൊഡക്ട്സ്. ഇന്ന് എത്ര പ്രൊഡക്ട്സ് ഉണ്ട്? ഓക്കെ, എത്ര സെഗ്മെന്റ് ഉണ്ട്? അതിന്റെ പ്രത്യേകത എന്താണ്? ന്യൂട്രിച്ച വുമൺ ടാബ്ലറ്റ് എത്ര വൈറ്റമിൻസ് ഉണ്ട്? എന്തിന് കഴിക്കണം? തവിടിന്റെ പ്രത്യേകത എന്താണ്? എത്ര ആന്റി ഓക്സിഡൻസ് ഉണ്ട്? അതിൽ എത്ര ഒറൈസോണൽ കണ്ടന്റ് എത്രയുണ്ട്? കിഡ്സ്, ന്യൂട്രിചാർജ് കിഡ്സിൽ എത്ര ബൊട്ടാണിക്കൽസ് ഉണ്ട്? ആർസിഎമ്മിന്റെ റെവിറ്റോ വാഷിംഗ് പൗഡറിന്റെ പ്രത്യേകത എന്താണ്? ഡിഷ് വാഷ് ലിക്വിഡിന്റെ പ്രത്യേകത എന്താണ്? സോപ്പിന്റെ പ്രത്യേകത എന്താണ്? മല്ലിപ്പൊടിയും മഞ്ഞപ്പൊടിയും പ്രത്യേകത എന്താണ്? ഉപ്പിന്റെ പ്രത്യേകത എന്താണ്? ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം, മനസ്സിലാക്കി വെക്കണം, പഠിക്കണം. ഈ പഠിച്ച കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. കഴിഞ്ഞില്ല, പ്ലാൻ. ആർസിഎം വിതരണം, എങ്ങനെ വരുമാനം വിതരണം ചെയ്യുന്നു? ഒരു ബിഗിനർ എങ്ങനെയാകാം? ഒരു സ്റ്റാർട്ടർ എങ്ങനെയാകാം? അങ്ങനെ വരുമാനം എത്ര കിട്ടും? ഓപ്പണറായ എന്ത് കിട്ടും? ഓപ്പണറായ എന്ത് കിട്ടും? നാഷണൽ ടേൺ ഓവറിന്റെ വിഹിതം കിട്ടും, മാസത്തിലും കിട്ടും, വാർഷിക ബോണസ് ആയിട്ടും കിട്ടും. കിട്ടുമില്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ടി.സി. ചാബ്രാജി നമുക്ക് വേണ്ടി സമ്പാദിച്ചു വെക്കുകയാണ്. അദ്ദേഹം നമുക്ക് നോക്കൂ, അദ്ദേഹം ഓരോ മാസവും ഒരു വിഹിതം എടുത്ത് എന്റെയും നിങ്ങളുടെയും പേരിൽ മാറ്റി വെക്കുകയാണ്. എത്ര റിസ്ക് എടുക്കുന്ന ആലോചിച്ച് നോക്കല്ലേ? നമ്മളെ കാർന്നോക്കന്മാർ അങ്ങനെ ചെയ്തിട്ടുണ്ടോ? നമുക്ക് വേണ്ടി അദ്ദേഹം ഉൽപ്പന്നം നിർമ്മിക്കുന്നു, അദ്ദേഹം വിൽക്കുന്നു, എല്ലാം അദ്ദേഹം ചെയ്യുന്നു. എന്നിട്ട് നമുക്ക് വേണ്ടി എല്ലാ മാസവും വിൽക്കുന്നതിന് ഒരു വിഹിതം മാസം തരുന്നു, ഒരു വിഹിതം 12 മാസം കഴിഞ്ഞാൽ മാറ്റി വെക്കുകയാണ്. ആ മനുഷ്യൻ നമുക്ക് വേണ്ടി എന്തെല്ലാം ചെയ്യുന്നുണ്ടല്ലോ, ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ശരിക്കും ചിന്തിച്ചു. ടി.സി. നമുക്ക് എന്തെല്ലാം ചെയ്യുന്നുണ്ട്. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? എനിക്കറിയില്ല, ഐ ഡോണ്ട് നോ. കുറെയൊക്കെ എന്തൊക്കെ ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പൊ എന്താ ഞാൻ പറഞ്ഞത്? ലേൺ,
ടീച്ച്, ഡ്യൂപ്ലിക്കബിൾ. അത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യണം. നമ്മൾ എന്താണോ പറയുന്നത്, നമ്മൾ എന്താണോ ചെയ്യുന്നത് അത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക, ആർസിഎമ്മിന് പഠിക്കുക. അപ്പൊ എനിക്ക് പറയാനുള്ളത് ഈ 8 കോൺസെപ്റ്റ്സ്, ഒരു 8 കോൺസെപ്റ്റ്സ് ഞാൻ ആദ്യമേ പറഞ്ഞ കാര്യങ്ങൾ, ഒരു തീരുമാനമെടുത്തു, അത് എഴുതി, അതിൽ പിക്ചറൈസ് ചെയ്തു, നമ്മൾ ഒട്ടിച്ചു വെച്ചു. നമ്മൾ കേരളത്തിലെ എല്ലാവരും ചേർന്നിട്ടായി ഈ ബിസിനസ് ചെയ്യുന്നത്. തീരുമാനമെടുക്കുന്നത് നമ്മൾ ഓരോരുത്തരുമാണെങ്കിലും, പക്ഷെ ഈ ബിസിനസ് പ്രത്യേകത, ഈ ബിസിനസ് ചെയ്യുന്നത് നമ്മൾ എല്ലാവരും കൂടെ ചേർന്നിട്ടാണ്, യൂണിറ്റിയാണ്, ഒരുമിച്ചാണ് ചെയ്യുന്നത്. എനിക്കും വിജയിക്കണം, നിങ്ങൾക്കും വിജയിക്കണം, വിൻ വിൻ സിറ്റുവേഷനാണ്. അപ്പോ ഈ 8 കോൺസെപ്റ്റ്സ് ചെയ്യണോ ചെയ്യണ്ടേ? കേട്ടാ മാത്രം മതിയോ? എഴുതിയെടുത്താൽ മാത്രം മതിയോ? നിങ്ങൾക്കും പറയാൻ ആഗ്രഹമില്ലേ, ഞാനും ആർസിഎമ്മിലെ ഒരു സക്സസ്ഫുൾ ലീഡറാണ്, കുറെ ആളുകൾക്ക് ജീവൻ കൊടുക്കാൻ എനിക്ക് പറ്റി, ഞാനൊരു തീരുമാനമെടുത്തത് കൊണ്ട് കുറെ ആളുകളെ രക്ഷപ്പെടുത്താൻ എനിക്ക് സാധിച്ചു, അത് ആർസിഎമ്മിന്റെ പവറാണ്. അപ്പം ഈ 8 കാര്യങ്ങൾ, 8 കോൺസെപ്റ്റ്സ് നമ്മൾ ചെയ്യണം, നമ്മൾ ടീമിലുള്ള ആൾക്കാരെ കൊണ്ട് ചെയ്യിപ്പിക്കണം. ലേൺ, ടീച്ച് ആൻഡ് ഡ്യൂപ്ലിക്കബിൾ. ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യോ? ഓക്കെ. അപ്പം വളരെ സന്തോഷം, എന്നെ കേട്ടിരുന്ന നിങ്ങൾക്ക്, എന്നെ സഹിച്ച എല്ലാവർക്കും എന്താ പറയാ, നന്ദി പറയണമെന്ന് എനിക്ക് അറിയില്ല, ഐ ഡോണ്ട് നോ. എന്തായാലും എനിക്ക് പറയാനുള്ളത്, എന്നെ കേട്ട എല്ലാവരും 2024 ഡിസംബർ അവസാനിക്കുമ്പോൾ ഒരു വലിയ ലെവലിലായിരിക്കണം. ഞാനും ആർസിഎമ്മിൽ ലീഡറാണ്, അത് ടെക്നിക്കൽ ആയിക്കോട്ടെ, പേൾ ആയിക്കോട്ടെ, അല്ലെങ്കിൽ സ്റ്റാർ പേൾ ആയിക്കോട്ടെ, എമറാൾഡ് ആയിക്കോട്ടെ, സ്റ്റാർ എമറാൾഡ് ആയിക്കോട്ടെ, റൂബി ആയിക്കോട്ടെ, സ്റ്റാർ റൂബി ആയിക്കോട്ടെ, ഇനി സാക്ഷാൽ ഡയമണ്ട് ആയിക്കോട്ടെ, അതായി കാണാൻ എനിക്ക് ആഗ്രഹം. ഞാൻ അത് ആഗ്രഹിക്കുന്നത്. എല്ലാവരും രക്ഷപ്പെടണം, എല്ലാവർക്കും രക്ഷപ്പെടാൻ ആർസിഎം വന്നിരിക്കുന്നത്. അപ്പൊ ഒരു ഉറച്ച തീരുമാനം എടുക്കുക. എനിക്ക് നിങ്ങളോട് പറയാനുള്ള ലാസ്റ്റ് ഒരു പോയിന്റ് പറയാനുള്ളത്, നിങ്ങൾ രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ നിങ്ങളൊരു കാര്യം പറയുന്നു. ഇന്ന് ആർസിഎം എന്തിനും സജ്ജമാണ്. പ്രൊഡക്ട്സ് ഉണ്ട്, ഷോപ്പ് ഉണ്ട്, മീറ്റിംഗ് ഉണ്ട്, എല്ലാം ഉള്ള ഒരു കാലഘട്ടത്തിലാണ്. ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ എനിക്കൊരു 12 മാസം തരൂ, ജസ്റ്റ് 12 months. ഒരു 12 മാസത്തേക്ക് നിങ്ങൾ എല്ലാം മറന്നേക്കൂ പ്ലീസ്. ജീവിതത്തിൽ രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കംഫർട്ട് സോണിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഒരു 12 മാസം, ലൈഫിൽ എത്രയോ വർഷം നമ്മൾ ജീവിച്ചു. ഇനി ഞാൻ നിങ്ങളോട് പറയുന്നത്, ഒരു 12 months ഓൺലി, ഒരു 12 മാസം നിങ്ങൾക്ക് മാറ്റിവെക്കാൻ പറ്റുന്ന എല്ലാം മാറ്റിവെച്ചുകൊണ്ട് രാവും പകലും നോക്കാതെ ആർസിഎമ്മിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുമെങ്കിൽ, ഉറപ്പായിട്ട് ഞാൻ പറയുന്നു, ആഫ്റ്റർ 1 year നിങ്ങൾക്ക് സുഖലോലുപതയോടുകൂടി കുറെ ആളുകളുടെ പുണ്യത്തിന്റെ ഫലമായിട്ട് നിങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടി പറ്റും. 100% ഗ്യാരണ്ടിയാണ്. എന്താ ഞാൻ പറഞ്ഞത്? 12 മാസത്തേക്ക് എല്ലാം മറന്നേക്കൂ, മാറ്റി വെക്കാൻ പറ്റുന്ന എല്ലാം മാറ്റി വെച്ചുകൊണ്ട്. നിങ്ങളിപ്പോ ഗൾഫിലായിരിക്കാം, അല്ലെങ്കിൽ അമേരിക്കയിൽ പോയി, ദുബായിൽ പോയി, അങ്ങനെ വിചാരിക്കുക. എന്നിട്ട് ഒരു 12 മാസം, കുറെ വർഷങ്ങൾ നമ്മൾ പാഴാക്കി കളഞ്ഞു. 2024 അങ്ങനെ പറഞ്ഞു വിടാൻ പാടില്ല. 2024 ഞാൻ എന്തെങ്കിലും നേടിയിരിക്കും. അങ്ങനെ തീരുമാനമെടുത്തുകൊണ്ട് ഒരു 12 മാസം, ഗീവ് മീ 12 months. ഞാൻ ഈ പറഞ്ഞ രീതിയിൽ 6 ബേസിക്സും 7 കർദിനാൾ റൂൾസും 8 കോർ സ്റ്റെപ്സും പാലിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ വേണ്ടി പറ്റുമെങ്കിൽ എഴുതി വെച്ചോളൂ, വരച്ചു വെച്ചോളൂ. ഗ്യാരണ്ടിയാണ്, നിങ്ങളെ ആർസിഎം ലിഫ്റ്റ് ചെയ്ത് നിങ്ങൾ പ്രതീക്ഷയുടെ അപ്പുറത്തേക്ക് ആർസിഎം കൊണ്ടുപോകും. അതിന് ആർസിഎം സജ്ജമാണ്. ആർസിഎം മാത്രമല്ല, ഇന്ന് കേരളത്തിലെ ആർസിഎം ലീഡേഴ്സ് എല്ലാവരും നിങ്ങളുടെ ഉറച്ച തീരുമാനത്തിന് കൂടെ ഉണ്ടായിരിക്കും. അത് സത്യമാണ്. അവർക്ക് സമയം നോക്കണ്ട, കാലം നോക്കണ്ട, അവരെല്ലാവരും നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങൾ തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ സക്സസിന് വേണ്ടി, നിങ്ങളുടെ ആഗ്രഹം സഫലീകരിക്കാൻ വേണ്ടി ലീഡേഴ്സ് നിങ്ങളെ കൂടെയുണ്ട്. അത് ഗ്യാരണ്ടിയാണ്. അവരത് ഉറപ്പ് തന്നിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, അഗൈൻ റിപ്പീറ്റ് ചെയ്യുന്നു, 2024 ജനുവരി മുതൽ ഡിസംബർ വരെ ഒരു വർഷത്തേക്ക് നിങ്ങളെല്ലാം മറന്നുകൊണ്ട് 100% ആർസിഎമ്മിൽ ഇൻവെസ്റ്റ് ചെയ്യുക, ആർസിഎമ്മിൽ മുഴുകുക, ആർസിഎമ്മിന് വേണ്ടി പ്രവർത്തിക്കുക. ആഫ്റ്റർ 1 year നിങ്ങൾ നിങ്ങളുടെ ലൈഫ് എൻജോയ് ചെയ്യുക.
അപ്പോഴത്തേക്ക് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് നല്ല വരുമാനം വരും, നിങ്ങളുടെ ലൈഫിൽ മാറ്റമുണ്ടാകും, നിങ്ങളെ എന്താ പറയുക, എല്ലാത്തിലും നിങ്ങളുടെ ലൈഫിൽ വലിയ മാറ്റം ഉണ്ടാകാൻ ഈ ഒരു തീരുമാനം കാരണമാകും. നോ ഡൗട്ട്. കാരണം ഞാനിത് പറയുന്നത് 18 വർഷക്കാലത്തെ എന്റെ RCMലെ അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് ഞാൻ പറയുന്നത്. നിങ്ങളൊരു ഉറച്ച തീരുമാനമെടുത്താൽ നിങ്ങളിലൂടെ നിങ്ങളും രക്ഷപ്പെടും, നിങ്ങളുടെ തലമുറ രക്ഷപ്പെടും, അതിലൂടെ നിങ്ങൾക്ക് കുറെ കുടുംബങ്ങളെ രക്ഷപ്പെടുത്താൻ വേണ്ടി സാധിക്കും. എന്ത് ചെയ്താൽ മതി? ഒരു 5000 ഉൽപ്പന്നങ്ങൾ, ഒരു 10,000 ഉൽപ്പന്നങ്ങൾ വാങ്ങുക, വിൽക്കുക. അത് ചെയ്യുന്ന ഒരു ഗ്രൂപ്പിനെ ക്രിയേറ്റ് ചെയ്യുക. 6 ബേസിക്സ് പാലിക്കുക, 7 കർദിനാൾ പാലിക്കുക, 8 കോൺസെപ്റ്റ് പാലിക്കുക. എല്ലാവർക്കും ഒരു നല്ല ഹാപ്പി ന്യൂ ഇയർ ആശംസിച്ചുകൊണ്ട് തൽക്കാലത്തേക്ക് വിട വാങ്ങുന്നു. താങ്ക് യു. ജയ് RCM, ജയ് RCM, ജയ് RCM. ഗോ ഡയമണ്ട്. സാർ, അടിപൊളി ഒരു ന്യൂ ഇയർ സന്ദേശം തന്നെ കിട്ടി. അടുത്ത 2024 വരവേൽക്കുമ്പോൾ എങ്ങനെ ആയിരിക്കണം എന്നുള്ള വളരെ ഒരു കറക്റ്റായിട്ടുള്ള ലക്ഷ്യബോധം ഞങ്ങൾക്കൊക്കെ സാറ് തന്നു.